Okay. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم نعشنا واصبرنا واختنا بالصالح الاعمال والفتنات. انه لا يهدي للصالحها ولا يشرك سيئها ولا انت മൗലാന. പോയി ഫ്ലോ പോയി. അപ്പൊ പോയി. സ്വന്തം വാപ്പാന്റെ അനിയനായ അബൂ ത്വാലിബിന്റെ മകളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി. പക്ഷെ അതിൽ നിരാശയായിരുന്നു ഫലം. എന്താ അബൂ താലിബ് പറഞ്ഞു, നിനക്ക് വിവാഹം കഴിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മടക്കുകയാണ് ചെയ്തത്. ഒത്തില്ല. അതെ, ഇജെന്തിനാ നോൽപ്പെടുക്കണത്, ഇജെന്തിനാ നിഷ്കരിക്കണം. അപ്പൊ എന്തിനാന്ന് വെച്ചാല് എനിക്ക് വിശ്വാസമില്ല എന്നുള്ളത് അവിടെ ഇരിക്കണം. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട്. എന്തിനാ അറിയിക്കണത്? ഇതൊരു ഡോഗ് വിസ്ലിംഗ് ആണ്. അതൊന്നും നല്ല. ഹായ് എവ്രിവൺ. ഇന്ന് നരകത്തിലെ വിറകുകളി സീരീസില് നമ്മളോടൊപ്പം ഉള്ളത് പണ്ട് ദർസിൽ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദാണ്, റഷാൻ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഉസ്താദിന് എന്റെ കൈ കിട്ടണം, എനിക്ക് പ്രതികാരം കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഈ ഉസ്താദ് പിന്നെ മതം വിട്ടു, പ്രതികാരം കിട്ടാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ റഷാൻ, സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്താ വിശേഷം? സുഖമായിട്ട് പോകുന്നുണ്ട്. എന്താ അങ്ങനെ പോക്കിനൊരു സുഖക്കുറവ്? അങ്ങനെ വെച്ചാല് ആ ഒഴുക്ക് നഷ്ടപ്പെട്ടിട്ട് 5 കൊല്ലായിരുന്നു. 5 കൊല്ലത്തിന്റെ ആ ഒരു ഒഴുക്ക് പിന്നെ വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നമ്മളൊരു എന്താ പറയാ 23 എന്ന് പറഞ്ഞായിരിക്കും ശരി. 23 വരെ നമുക്കൊരു ഒഴുക്ക് ഉണ്ടായിരുന്നില്ലേ. പലപ്പോഴും എന്താ പറയാ, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്താ പറയാ, അത് നമുക്ക് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കി തരുന്ന നമ്മൾ കരുതിയ കാര്യങ്ങൾ. അങ്ങനെ 23 വയസ്സ് വരെ പോയി. 23-ല് ഒരു ചെറിയ എന്താ പറയാ ഡൗട്ട് വന്ന്, പിന്നെ ആ ഡൗട്ടിന്റെ മേലെ ഡൗട്ട് വന്ന് ഒരു 2 വർഷം ശരിക്ക് നരകം, ചിന്തകൾ കൊണ്ട് നരകം തന്നെ അനുഭവിച്ച്, പിന്നെ 25-ാമത്തെ വയസ്സിലെല്ലാം വിട്ട് കഴിഞ്ഞ് പിന്നെ വരുമ്പോ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട്, ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ അപ്പൊ ഒരു 23 മുതൽ ഒരു 40 വയസ്സ് വരെ ഇത്രയും കാലം ഭയങ്കരമായിട്ട് ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അല്ലേ? 30 വയസ്സ് വരെ. ഓക്കെ, ശരി. ഉസ്താദ് വയസ്സ് കുറച്ച് പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ എങ്ങനെയായിരുന്നു, നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. എങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ് ഒക്കെ? ചൈൽഡ്ഹുഡ് പറയുമ്പോ എന്താ പറയാ, ഭയങ്കര ഒരു മനോഹരമായ ബാല്യം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം കുടുംബത്തിലെ മുതിർന്ന കുട്ടി ഞാനായിരുന്നു. ഏകദേശം ഒരു സാധാരണ ചെറിയ കുട്ടികൾ കളിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി. 2ാം ക്ലാസ്സിൽ ഞാനതിന്റെ നമ്മളെ വയ്യാമൻ ഇൻഫിഡൽ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാല്, 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് അവര് പറഞ്ഞ ചില സംഗതികൾ നമുക്കതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് അത് അതേപടി വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞപ്പോ വീട്ടുകാര് ഞാൻ ഏതോ മോശം കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടു എന്ന് മനസ്സിലായി. സത്യത്തിൽ അത് കൂട്ടുകെട്ട് മോശമായതിന്റെ പ്രശ്നമായിരുന്നില്ല. എന്റെ ഒപ്പമുള്ള ആൾക്കാർ കുറച്ച് മുതിർന്ന ഒരു 5-6 ക്ലാസ്സിലുള്ള കുട്ടികളായതുകൊണ്ടും അവര് കേട്ട സംഗതികൾ, അതായത് ഈ നമ്മൾ നേരിടുന്ന ഒരു അസ്തിത്വ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ കുട്ടികൾ എവിടുന്ന് വരുന്നു എന്നുള്ളൊരു സംഭവം, അതാണ് അവരെ ചർച്ച. അത് 2ാം ക്ലാസ് പഠിക്കുന്ന എന്നോട് അവർ പറഞ്ഞു. ഞാനത് അതേപടി വീട്ടിൽ കൊണ്ടുപോയി കുട്ടി. അതോടുകൂടി വീട്ടുകാരിന്റെ കളി നിർത്തി. വീട്ടുകാർ പറഞ്ഞു ഇനി കളിക്കാൻ പോണ്ട. അങ്ങനെ 2ാം ക്ലാസ് മുതൽ ഏകദേശം 7ാം ക്ലാസ് വരെ വീട്ടുതടങ്കലിലായിരുന്നു എന്ന് പറയാം. നമുക്ക് ആകെ പോകാന് സ്വാതന്ത്ര്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് പള്ളി, മദ്രസ, ഇതല്ലാതെ വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വലിയൊരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ രീതിയിലാണ് ഉണ്ടായിരുന്നത് ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒരു സമയമാണ് വായനയുമായി കൂടുതൽ ഇടപെടാനൊക്കെ കാരണമായതെന്ന് പറയാം. അപ്പൊ കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞ ദർസിൽ പോയാല് പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടുമല്ലോ, അപ്പൊ അത് വീട്ടുകാർക്ക് അറിയില്ലാന്ന് തോന്നുന്നുണ്ടായിരുന്നല്ലേ? സോ മതത്തിന് ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഈ മതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഫാമിലി മതത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഫാമിലി. എന്റെ വല്യുപ്പ ആകെ ആഴ്ചയിൽ ഒരു വക്കത്തെ നിസ്കരിക്കുന്നത്. എന്ന് വെച്ചാല് ജുമാ മാത്രമാണ് നിസ്കരിക്കും. പിന്നെ പറഞ്ഞാൽ എന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പ ഇപ്പൊ അങ്ങനെ നിസ്കാരത്തിൽ കണിശതുള്ള ആളാണ്. എന്റെ ഉമ്മ അതിനു വേണ്ടിയിട്ട് 5 നേരം നിസ്കരിക്കും. അതുപോലെ ഖുർആൻ ഓതും. അങ്ങനെ ഭയങ്കര മതപരമായ ചിന്തകൾ ഉമ്മാക്ക് ഉണ്ടെങ്കിലും ഉമ്മ ഒരിക്കലും
മതപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള, അതായത് മക്കൾ ഇത് ചെയ്തേ തീരൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ അവർക്ക് പിഴച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്നെ കളിക്കാൻ വിടാതിരിക്കുകയും അതേസമയം എനിക്ക് ഫ്രീഡം അനുവദിച്ച സ്ഥലം അത് മദ്രസയും പള്ളിയും ആയിരുന്നു എന്നുള്ളത്. അത് മദ്രസയും പള്ളിയുമായി ഞാൻ ബന്ധപ്പെടുന്ന സമയത്ത് അവര് മനസ്സിലാക്കുന്നത് ഞാൻ വളരെ നല്ലൊരു മാർഗത്തിലാണല്ലോ, ഒരിക്കലും ഒരു മോശമായ ഒരു ഇടപെടലില്ലല്ലോ എന്നുള്ളത്. അതെടുത്ത് പറയും വേണം ട്ടോ. അതായത് ഒരൊറ്റ ഉസ്താദിൽ നിന്നുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലാതെ എന്റെ ഇത്രയും കാലത്തെ വെള്ളക്കുപ്പായമിട്ടുള്ള എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നോട് നേരിട്ട് ഫിസിക്കലായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഉസ്താദുമാരും എന്നോട് പെരുമാറിയിട്ടില്ല. അതെടുത്ത് പറയേണ്ട വേണം. അതിന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതല്ലാത്തൊക്കെ വേറെ വേറെ സംഭവങ്ങളുണ്ട്. അതും എന്താ ഫിസിക്കലി എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകം നോട്ട് ചെയ്യും വേണം. അപ്പോ ഈ പറയുന്ന സമയത്ത് മദ്രസ പള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയം, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിലിരുന്നുള്ള വായന കഴിഞ്ഞാല് പിന്നെ എന്റെ ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയ സ്ഥലം സ്കൂളും മദ്രസയൊക്കെയാണ്. സ്കൂള് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്കൂൾ ഒരു ദിവസത്തില് സ്കൂൾ ഒരു 4-4:30 വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിൽക്കാൻ കഴിയൂല. അതേസമയം നമുക്ക് മദ്രസയും പള്ളിയായിട്ട് ബന്ധപ്പെട്ട്, അത് പ്രത്യേകിച്ച് പള്ളിയായിട്ട് ബന്ധപ്പെട്ടാവുമ്പോ എത്ര നേരം വേണമെങ്കിലും, എന്ന് വെച്ചാൽ 5 നേരം നിസ്കാരം ഉണ്ടല്ലോ. അപ്പൊ മഗ്‌രിബിനും പോകാം, ഇശാഇനും പോകാം, അങ്ങനെ അങ്ങനെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ഈ ഒരു ബന്ധം, ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധം വളരാനും അത് എന്നെ കൂടുതൽ മതത്തിനോട് അടുപ്പിക്കാനൊക്കെ കാരണമായി. പിന്നെ അതേപോലെ ഒരു 4-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തുള്ള ഒരു ടീച്ചറുടെ ചെറിയൊരു ഇടപെടൽ, ആളി സുന്നി മുജാഹിദ് വിഷയൊക്കെ എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, അപ്പൊ അതിന്റെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടും മറ്റൊക്കെ ആയിട്ട് എന്താ പറയാ, ഉസ്താദുമാരോട് ഞാൻ കൂടുതൽ കൂടുതൽ അടുത്തു എന്നുള്ളത് എനിക്ക് മതത്തിനോട് ഭയങ്കരമായിട്ട് ആഭിമുഖ്യം കൂട്ടി. എന്റെ കുടുംബത്തിലെ അതായത് എന്റെ ഏറ്റവും അടുത്ത കുടുംബം എന്ന് വെച്ചാൽ എന്റെ ഉമ്മ, ഇപ്പ, വല്യപ്പ, വല്യമ്മ, പിന്നെ ഞങ്ങളെ അതായത് ഉമ്മാന്റെ സഹോദരങ്ങൾ, ഉപ്പാന്റെ സഹോദരങ്ങൾ, അങ്ങനെ അങ്ങോട്ടുള്ള ആ ഒരു കൂട്ടത്തില് ഏറ്റവും മതപരമായി ഭയങ്കരമായിട്ട് മുമ്പിലുണ്ടായിരുന്ന ഞാൻ തന്നെ. അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വന്നതുകൊണ്ടുമാണ്. അത് അങ്ങനെയാണ് എന്റെ ഒരു മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി. ഏത് സമയം മുതലാണ് ഇപ്പൊ ഇത്രയും ഭയങ്കരമായിട്ട് സ്റ്റോൺച്ച് ബിലീവർ ആയിരുന്നു? സോ ബാക്കിയുള്ള പിള്ളേര് എന്നുവെച്ചാൽ റഷാന്റെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റഷാൻ കുറച്ചും കൂടെ മതത്തിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നോളജബിൾ ആണ് അല്ലെ? അപ്പൊ അതും ആ ആ സമയത്ത് ഒരു നല്ല ഈഗോ ബൂസ്റ്റ് ആയിരിക്കുമല്ലോ, കാരണം അവർക്കുള്ളതിനേക്കാളും സ്ക്രിപ്ചറൽ നോളജ് ഒക്കെ റഷാൻ ഉണ്ട്. സോ എപ്പോഴാണ് ഇത്രയും നോളജ് ഉള്ള ആൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡൗട്ട് ഒക്കെ വരാൻ, ചെറുതായിട്ട് ഡൗട്ട് വരാനൊക്കെ തുടങ്ങിയത് ഏത് സാഹചര്യമായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ട് ഡൗട്ട് വരാനുള്ള ഒറ്റ ആദ്യത്തെ ഇൻസിഡന്റ്? ഉണ്ട്. അത് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഞാന് ഒരിക്കൽ പോലും ഞാൻ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു മുമ്പ് ഒരിക്കൽ പോലും എന്റെ മതത്തിനെതിരെ അല്ലെങ്കിൽ നബിക്കെതിരെ അല്ലെങ്കിൽ അള്ളാഹുവിനെതിരെ ഒന്നും സംശയത്തിന്റെ ഒരു നേർത്ത മുന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് ഞാന് 23 വയസ്സുള്ള സമയത്ത് ഞാൻ പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് ഒരു കുഴിയാന എന്ന പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പില് എന്നെ ഒരു ടീം ആഡ്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ അവര് എന്താ സ്വർഗത്തിലേക്കുള്ള പാത, അങ്ങനത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ഒരുപാട് നമ്പറുകൾ എടുത്തിട്ട് ഇവര് എല്ലാം കൂടി ഒരു യുക്തിവാദ ഗ്രൂപ്പ് എടുത്തതാണ്. ആ കൂട്ടത്തില് എന്റെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ഇങ്ങനെ നോക്കുമ്പോ ഒരു സുപ്രഭാതത്തില് ഞാൻ ഏതൊരു ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലാണെങ്കിൽ നടക്കുന്ന ചർച്ചകൾ കേട്ട് നോക്കുമ്പോഴാണ് എനിക്ക് എന്താ നൊസ്റ്റാൾജിയ. കാരണം നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാല് ഇന്നെ ദർസിലേക്ക് ഞാൻ പോകാനുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ജബ്ബാർ മാഷിന്റെ പ്രസംഗമാണ്. എന്ന് വെച്ചാല് നാട്ടില് ആദ്യമായിട്ട് ജബ്ബാർ മാഷ് വന്ന സമയത്ത് ഞാന് അവിടെ പോവുകയും എനിക്കുണ്ടായ ചില സംശയങ്ങൾ, മതത്തിനെതിരെ ചിന്തിച്ചൊന്നുമില്ല, കുറെ സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ ഉസ്താദുമാരുമായി സംസാരിക്കുകയും അപ്പോ ഈ മതത്തിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കണം എന്ന് തോന്നുകയും ഒക്കെ ചെയ്തൊരു സമയമാണ്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് ആണ് അതുവരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാല് 5-ാം ക്ലാസ് മുതലേ ഞാൻ വീട്ടിൽ ചോദിക്കുന്നുണ്ട് ദർസ് പോട്ടെ. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ അത്ര ഭയങ്കര കഠിനമായ വിശ്വാസികളൊന്നുമല്ല. പക്ഷേ +2 സമയത്താണ് ഞാൻ ഈ ജബ്ബാർ മാഷിന്റെ പ്രസംഗം കേൾക്കുന്നത്. അപ്പോ അതോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാന് ഉറപ്പിച്ചു എന്തായാലും ദർസ് പോണം. അപ്പൊ ഉടനെ തന്നെ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെ വർത്താനം നോക്കാൻ നിൽക്കണ്ട, ഇജ്ജ് പെട്ടെന്ന് വണ്ടി കയറണം. ഞാൻ ഉടനെ വണ്ടി കയറി. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ഏത് കോളേജിൽ നിന്നും വീട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരെ വണ്ടി കയറിയ ദർസ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പഠിക്കുന്ന ദർസ് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ഞാൻ പൊതുവെ ദർസുകളെ സ്ഥലപ്പേരോ
ദർസുകളുടെ പേരോ പറയാറില്ല എവിടെയും. അബദ്ധവശാൽ പറഞ്ഞുപോയി, അറിഞ്ഞ അവിടെ നിൽക്കണം. അപ്പോ അങ്ങോട്ട് വണ്ടി കയറി. അങ്ങനെ എന്താ പറയാ, അവിടുന്നാണ് എന്റെ ഈ ഒരു പഠനയാത്ര തുടങ്ങുന്നത്. പക്ഷെ മതത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ ഞാൻ യുക്തിവാദികളെ കുറിച്ചൊക്കെ മറന്നുപോയി. ഞാൻ ഫുള്ള് മതത്തിന്റെ വിവിധ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിപ്പോയി. പക്ഷെ 23-ാമത്തെ വയസ്സിൽ വീണ്ടും ഇത് റീകോൾ ചെയ്യപ്പെട്ടാണ്. എപ്പോന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ട അതിലെ ചർച്ചകൾ കേൾക്കുമ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെ വിശ്വാസം ഭയങ്കരമായിട്ട് വ്രണപ്പെടല്ലോ, നമ്മളെ വികാരം വ്രണപ്പെടല്ലോ, മതവികാരം. അപ്പോ പ്രത്യേകിച്ച് പെട്ടെന്ന് മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് അതെ. വ്രണപ്പെടും. ഉം. അപ്പൊ ഈ എന്താ പറയാ, അടിമത്തം, അതേപോലെ ഈ ശൈശവ വിവാഹം, ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ശൈശവ വിവാഹത്തിൽ എനിക്ക് എന്തോ ഒരു ചെറിയ വിമ്മിഷ്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മതത്തിന് വേണ്ടിയിട്ട് അത് ഡിഫെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയോളം ആ ഒരു ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ എനിക്ക് പല ചോദ്യങ്ങളും മനസ്സിൽ വരാൻ തുടങ്ങി. ഈ സമയത്താണ് ദർസിൽ തഫ്സീർ ജലാലൈനി ക്ലാസ് നടത്തുന്നത്. എല്ലാ ദിവസവും തഫ്സീർ ജലാലൈനി ക്ലാസ് ഉണ്ട്. ഈ തഫ്സീർ ജലാലൈനി എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വിശദീകരണമാണ്. അപ്പോ അത് പഠിക്കുന്ന സമയത്ത് സൂറത്തുൽ ഹജ്ജില് 50 to 55 ആയത്തിന്റെ ഇടയിലുള്ള ആയത്തുകളാണ് ചർച്ച. അപ്പൊ ആ സമയത്താണ് ഒരു പരാമർശം വരുന്നത്, ഒരു നബിക്കും തെറ്റ് പറ്റാതെ ഇരുന്നിട്ടില്ല, അള്ളാഹു ഇത് തിരുത്താതെയും ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് കിടക്കുന്നത്. ആയത്ത് അറബിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഈ അർത്ഥത്തില് അപ്പൊ ഈ സംഭവത്തിന് ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് ജലാലൈനയില്. ആ ഒരൊറ്റ സംഭവമാണ് ഫസ്റ്റ് സ്പാർക്ക്. അതായത് മതത്തിനെതിരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഡൗട്ട് വരുന്ന ഫസ്റ്റ് സ്പാർക്ക് അതിന് ശേഷം ഉണ്ടാകും. അപ്പൊ ഈ ഒരു സ്പാർക്കിന് കത്തിപ്പിടിക്കാനുള്ള നിലമൊരുക്കിയത് അല്ലെങ്കിൽ അതിനുള്ള മണ്ണെണ്ണ ഒഴിച്ചത് ഈ വാട്സപ്പ് ചർച്ചയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഈ സമയത്ത് ഞാനിത് കേൾക്കുന്നത്, അതായത് ജലാലൈനിൽ ഇങ്ങനെ പറയുന്നത്, മുഹമ്മദ് നബി ഒരു സദസ്സിൽ വെച്ചിട്ട് സൂറത്തുൽ നജ്മ് എന്ന് പറയുന്ന അധ്യായം ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് അതില് ഇങ്ങനെ പറയാണ്, എന്ത് ഇന്നൽ ഖുറാനിക്കൽ ഉല വൈന ശഫാഅത്തുന്നല തുർത്തജ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ആയത്ത് എങ്ങനെ വെച്ചാല്, ഞാൻ തുടക്കത്തിലുള്ള പറയാൻ പോണ ആയത്ത് ഇപ്പോഴും ഖുറാനിലുണ്ട്. എത്ര ഈ ഒരു ഭാഗം ഖുറാനിൽ ഇപ്പോഴും ഉണ്ട് സൂറത്തുൽ നജ്മിൽ. അതായത് ലാത്ത ഉസ മനാത്ത അതല്ലാത്ത ദൈവങ്ങളൊക്കെ അവർക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ തുടർന്ന് മുഹമ്മദ് നബി പറയുകയാണെന്ത്, ഇന്നൽ ഖുറാനിക്കൽ ഉലാവ ഇന്ന ശഫാഅത്തുന്നല തുർത്തജ, അവർക്ക് ഭയങ്കരമായ ഔന്നത്യം ഉണ്ടെന്നും അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ ദൈവങ്ങളൊക്കെ സബ്ദൈവങ്ങളായിട്ട് ആരംഗീകരിക്കണം? മുഹമ്മദ് നബി അംഗീകരിക്കണം ഈ സംഭവം. അതായത് പക്ഷെ അതിൽ വേറെ രീതിയിലാണ് തഫ്സീറിൽ എഴുതി വെക്കുന്നത്. തഫ്സീറിൽ പറയണത് അത് ഇബ്ലീസ് മുഹമ്മദ് നബിന്റെ നാവിലേക്ക് ഇട്ട് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെ, സാത്താനിക് വേഴ്സസ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അതുവരെ ജിബ്രീലാണല്ലോ ആയത്ത് കൊടുക്കുന്നത്. ജിബ്രീൽ ആയത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഇബ്ലീസ് ഇത് കയറ്റണത്, ഈ ഒരു ഭാഗം കയറ്റി കൂട്ടണം എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് ഇബ്ലീസ് വന്നത് എങ്ങനെ മൂപ്പർക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ള സാധനം. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ എന്റെ മനസ്സിൽ അപ്പൊ തന്നെ അങ്ങനെ ഡൗട്ട് വരും. പിന്നെ ഞാൻ അതിനപ്പം തന്നെ, അതായത് ഈ കുഴിയാന ഗ്രൂപ്പത്തെ ഒരാഴ്ചത്തെ ചർച്ചന്റെ ഫലമായിട്ട് ഞാൻ എല്ലാ കാര്യത്തിലും രണ്ട് രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒന്നൊരു വിശ്വാസിന്റെ ലെവലിലും ഒന്ന് നമ്മളൊരു മാനസികമായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ ഈ മാനസികമായ കാഴ്ചപ്പാടിൽ ഞാൻ ചിന്തിച്ചപ്പോ അതൊക്കെ നടക്കുന്ന നിമിഷങ്ങളുടെ ഞൊടിയിടയിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇതിന്റെ അർത്ഥം ഇത് മുഹമ്മദ് നബി മക്കക്കാരുടെ ഓഫറിങ്ങിനും മറ്റും വശംവദനായിട്ട്, അല്ലെങ്കിൽ മക്കക്കാരോട് കൂടിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ട് മറ്റു ദൈവങ്ങൾ അംഗീകരിച്ചതാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ആണെങ്കിൽ ഇത് ദൈവികമായൊരു മതമല്ലല്ലോ, ഇത് മാനുഷികമാണല്ലോ. ഈ ആയത്തുകളൊക്കെ അപ്പൊ മുഹമ്മദ് നബി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരാം. പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നെറ്റിൽ മറ്റൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന സാധനം അങ്ങനെ അങ്ങോട്ട് ദുർബലമാണെന്നോ കളവാണെന്നോ പറഞ്ഞിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല. അവർ തേച്ചു മാച്ച് കളയാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും
അതങ്ങനെ തേച്ചു മാച്ച് കളയാൻ കഴിയാത്ത രീതിയിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, ആദ്യകാല ചരിത്രത്തിൽ ഇതിങ്ങനെ അപ്പോ അതാണ് ആദ്യത്തെ കറക്റ്റായിട്ട് എന്റെ വിശ്വാസം പിടിച്ച് ഒലച്ച് കളഞ്ഞ ആദ്യത്തെ ഒരു മൊമെന്റ് എന്ന് പറയാൻ പറ്റുക ഈ ഒരു സാധനം. അതിനുശേഷം ഞാൻ സംശയത്തോട് കൂടിയിട്ടാണ് പിന്നെ ഓരോന്നും വാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോന്നിനും വ്യത്യസ്തമായ ആംഗിളുകൾ ഇങ്ങനെ കിട്ടി. അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാല്, ഈ ഇസ്ലാമിന്റെ ചരിത്രത്തില് അബൂ സുഫിയാൻ എന്നുള്ള സ്വഹാബിന്റെ മകനായിട്ടുള്ള മുആവിയയും മുആവിയന്റെ മകനായിട്ടുള്ള യസീദും ആണ് അലി, ഹസൻ, ഹുസൈൻ എന്നിവരൊക്കെ. അലി എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടി, അല്ല പേരക്കുട്ടിയല്ല, മരുമകൻ. പിന്നെ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികൾ, അതായത് അലിന്റെ മക്കളായിട്ടുള്ള ഹസൻ, ഹുസൈന്, ഇവരൊക്കെ കൊല്ലപ്പെടാൻ ഇവരൊക്കെയാണ് കാരണക്കാരാവുന്നത്. എന്ന് വെച്ചാൽ അബൂ സുഫിയാൻ എന്ന സ്വഹാബിന്റെ മകനായ മുആവിയ എന്ന സ്വഹാബി, പിന്നെ മുആവിയന്റെ മകൻ. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ സമയത്ത് കണക്ട് ചെയ്യണം. അതായത് ഒരുപാട് ചിന്തകളാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു സാത്താനിക് വേഴ്സസ് പടർത്തിയ തീ എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. ഇതിമേ ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഞാൻ അങ്ങനെ അനലൈസ് ചെയ്യാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന സാധനം എന്താന്ന് വെച്ചാല്, അബൂ സുഫിയാൻ എന്ന സ്വഹാബി മുആവിയയും സ്വഹാബിയാണ്, മകനായ മുആവിയയും സ്വഹാബിയാണ്. എന്നിട്ടും ഇവര് മുഹമ്മദ് നബിക്കെതിരെ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയോട് ആദരവ് ഉണ്ടാകേണ്ട ഇവര് മുഹമ്മദ് നബിയുടെ കുടുംബത്തിനെതിരെ വളരെ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുടിപ്പകന്റെ കഥയാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാനിങ്ങനെ റിവേഴ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കും ഇപ്പൊ ആ കുടിപ്പകന്റെ കാര്യം. അപ്പൊ എന്റെ മനസ്സെന്നെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഒരു പക്ഷെ അബൂ സുഫിയാന് വാളിന്റെ മുമ്പിൽ വെച്ചിട്ട് മുസ്ലിം ആയതാണെങ്കിലോ, ഒരു നിർബന്ധിത അവസ്ഥയിൽ മുസ്ലിം ആയതാണെങ്കിലോ, അത് അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ എന്താണ് കണക്കൂട്ടലാണ്. പിന്നെ മാത്രല്ല, അബൂ സുഫിയാന്റെ ഭാര്യ എന്ന് പറയുന്നത് ഹിന്ദാണ്. ഹിന്ദ് ആരാണ്? മുഹമ്മദ് നബിന്റെ എളാപ്പയായ ഹംസന്റെ കരള് കടിച്ചു തുപ്പിയ ആളാണ്. അതിന്റെ കാരണം എന്താ, ഈ ഹിന്ദിന്റെ വാപ്പാനെ, പിതാവിനെ ഇവർ കൊന്നിട്ടുണ്ട്, ഹംസ കൊന്നിട്ടുണ്ട് ഒരു യുദ്ധത്തിന്. അപ്പൊ അതിന്റെ പക തീർത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോ ഹിന്ദ്, അബൂ സുഫിയാൻ എന്ന് മാത്രല്ല, അബൂ സുഫിയാൻ നിർബന്ധിതനായി മതം പുലുകിയതാണ് എന്ന രീതിയിൽ പിന്നെ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചക ചരിത്രത്തിൽ ഞാൻ കാണും കൂടി ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിന്റെ ഏകദേശം ഒരു റൂട്ട് ഇങ്ങനെ മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് എനിക്ക് കിട്ടി. എന്ന് മാത്രല്ല, ഇത് കൃത്യമായിട്ടും മനുഷ്യനിർമ്മിതാണെന്നുള്ളതും, അതേപോലെ ആ സമയത്ത് ഞാൻ അങ്ങനെ ഓർക്കുന്നത് മുഹമ്മദ് നബിന്റെ ഹദീസാണ്. ഹൈറുന്നാസു കർണി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്നിട്ട് എന്നുവെച്ചാല് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എന്റെ തലമുറയാണ്, പിന്നെ അതിനോട് തുടർന്ന് വരുന്നവരാണ്, പിന്നെ അതിനോട് തുടർന്ന് വരുന്നവരാണ്, പിന്നെ കളവ് വ്യാപകമാകുന്നവരാണ്. അപ്പൊ ഈ ഉത്തമ തലമുറ ആയിട്ടുള്ള കൂട്ടത്തിൽ നിന്നാണ് ഈ അടി ഇടിയും വെട്ടുമുത്തൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നതും മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് തന്നെ ഈ ദുരന്തങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം പാടെ ചേർത്ത് വായിക്കും തോറും എന്റെ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരാൻ തുടങ്ങി. പക്ഷെ അതേസമയം എനിക്ക് പേടിയുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാല്, അഥവാ ഞാൻ തെറ്റായ മാർഗത്തിലാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ അള്ളാന്റെ പരീക്ഷണാണെങ്കിലും. അപ്പൊ ഈ ചിന്ത കൊണ്ട് തന്നെ ഞാൻ ദർസ് ആ ടൈമിൽ നിർത്തിയതൊന്നുമില്ല. ഏകദേശം 25 വയസ്സ് വരെ ഞാൻ ദർസിൽ തുടർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിലാണ്. ഇത് എന്തായിരിക്കും ഇതിന്റെ ശരി, എവിടെയാണ് ഇതിന്റെ സംഗതി. ഈ സമയത്താണ് ഞാൻ അതിന്റെ 23-ാമത്തെ വയസ്സിൽ തന്നെ ഈ ചിന്തകളൊക്കെ നടക്കണം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചിന്തകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ മാർട്ടിൻ ലിങ്സിന്റെ, അതായത് മുഹമ്മദ് നബിയിലെ മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ കണ്ട മറ്റൊരു മൊമെന്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് മാർട്ടിൻ ലിങ്സ് എഴുതിയ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം, അത് മുഹമ്മദ് നബിന്റെ ജീവിതം. അത് ഞാൻ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വായിച്ചു എന്ന് പറഞ്ഞ പോലെ വായിച്ച പുസ്തകമാണത്. എന്ന് വെച്ചാല് ഏതാനും 3 ദിവസത്തെ കൂടുതലൊന്നും എന്തായാലും ആ പുസ്തകം ഞാൻ വായിച്ചു തീർക്കാൻ എടുത്തിട്ടില്ല, ഇരുന്ന് വായനയാണ്. അപ്പൊ അതില് ഒരു മൊമെന്റ് പറയുന്നുണ്ട്. അതായത് സൈനബ്, അതായത് സെയ്ദിന്റെ വളർത്തുപുത്രൻ സെയ്ദിന്റെ ഭാര്യയായിട്ടുള്ള സൈനബിനെ മുഹമ്മദ് നബി കാണുന്ന ഒരു മൊമെന്റും, ആ സമയത്ത് അവരുടെ കണ്ണുകൾ ഇടയുകയും എന്തോ ഒരു പ്രണയബദ്ധമായ എന്തൊരു സംഭവം അവിടെ ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഒരൊറ്റ വരി. ആ ഒരൊറ്റ വരിയിൽ ഞാൻ കാണാണ് മുഹമ്മദ് എന്നുള്ള പച്ചയായ മനുഷ്യർ. ഇപ്പൊ ഈ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാം അവർ മാസൂമാണെന്നാ, എന്ന് വെച്ചാൽ പാപ സുരക്ഷിതരാണെന്നാ. എന്നിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു സാധനം നമ്മളിപ്പോ പൊതുവെ മറ്റേ ബൈബിളിന്റെ കുറെ എത്തിക്കലായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതിൽ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് അന്യന്റെ ഭാര്യ എന്നല്ല, ഇത് മകന്റെ ഭാര്യ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആളാണ്. എന്ന് വെച്ചാൽ സ്വന്തം മകൾക്ക് തുല്യമായ ആളെയാണ് പ്രണയബദ്ധമായി നോക്കുന്നത്. അവിടെ തന്നെ എനിക്ക് ഇങ്ങനെ എന്താ പറയാ, കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. ഇത് എന്തല്ല, ഇത് ഡിവൈൻ അല്ല, ദൈവികല്ല,
ഇതൊരു മനുഷ്യനിർമ്മിതമായ സാധനമാണ്. ഈ ഒരു പച്ച സാധനങ്ങളിൽ പിന്നെ മലയാളത്തില് അങ്ങോട്ടുള്ള പറയാണെങ്കില് അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് അല്ലെ? അമ്മനെയും പെങ്ങളെയും എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ കസിൻസിനൊക്കെ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് പറയാം, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത ആളാണ് മൂപ്പര് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം. കാരണം ഇപ്പോ ഈ വിവാഹത്തിന്റെ ഇതിലൊക്കെ പറയണത് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾക്ക് ആള് അമ്മയാണോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പെങ്ങളാണോ എന്നുള്ളതൊന്നും അവിടെ വിഷയമേ അല്ല. മൂപ്പര് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്ത് വാപ്പ അമ്മ അവരൊക്കെ സഹോദരങ്ങളെ മക്കളാണെങ്കിൽ തന്നെ ഓലൊക്കെ വിവാഹം കഴിക്കുക. ഇവിടെ പൊതുവെ ഇസ്ലാമിസ്റ്റുകൾ പറയലുണ്ട് ഇൻസെസ്റ്റ് ഒഴിവാക്കാൻ കാരണം അത് ഇസ്ലാം ഉണ്ടായതുകൊണ്ടാന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഉള്ളൊരു വിഷയം എന്താ വെച്ചാല് ഈ നേരെ ഫസ്റ്റ് ഡിഗ്രി ഇൻസെസ്റ്റ് ആണ് ഒഴിവാക്കിയിട്ടുള്ളൂ. തൊട്ടപ്പുറത്തുള്ള ഇൻസെസ്റ്റ് ഇവിടെ ഹലാലാണെന്ന് മാത്രമല്ല, അത് പ്രോത്സാഹനം അർഹിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്നോ അത് മോശമാണെന്നോ, അതായത് കറാഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ടല്ലോ, അതിലൊന്നും പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് എന്താണ് വളരെ ഓപ്പൺ ആയിട്ട് എന്നുള്ള സമ്മതം അതിനുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് അങ്ങനെ പറയാം. ആള് വിചാരിച്ചിട്ടുണ്ടാവും എന്റെ പെങ്ങളെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്, പുറത്ത് കൊടുക്കാൻ വയ്യ, ഞാൻ തന്നെ കിട്ടും, അങ്ങനത്തെ ഒരു വിചാരിച്ചായിരിക്കും. അല്ല, ആ മെന്റാലിറ്റി ഉണ്ട്. എന്ന് വെച്ചാല് നമ്മളെ അബൂ തോലിബ് ആരാണ്? സ്വന്തം വാപ്പാന്റെ അനിയനല്ലേ? സ്വന്തം വാപ്പാന്റെ അനിയനായ അബൂ തോലിബിന്റെ മകളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി. പക്ഷെ അതിൽ നിരാശയായിരുന്നു ഫലം. എന്താ, അബൂ തോലിബ് പറഞ്ഞു നിനക്ക് വിവാഹം കഴിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മടക്കുകയാണ് ചെയ്തത്. ഒത്തില്ല. അതെ. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പച്ചയായ അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പച്ചയായ ആ മരുഭൂമിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മനുഷ്യൻ മാത്രം മൂപ്പര് എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ധൈര്യവും കുറച്ച് സ്ഥിരതയും പിന്നെ അതേപോലെ കുറച്ച് കുശാഗ്ര ബുദ്ധിയുള്ളതുകൊണ്ട് അത് വെച്ചിങ്ങോട്ട് കയറി വന്ന അത് പിന്നെ നമുക്ക് എന്തായാലും പറയാം, ചരിത്രത്തിന്റെ മൊമെന്റ് ഒരു വല്ലാത്ത സംഭവമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ആ മരുഭൂമിയില് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ടിപ്പിക്കൽ ഒരാളുടെ ബിഹേവിയറിന് അതിന് എനിക്കൊരു ഡിസഗ്രിമെന്റ് ഉള്ളത്, ശരിക്കും പറഞ്ഞ അയാളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുടെക്കാളും ബിഹേവിയറിനേക്കാളും മോശമാണ് ഇയാളുടെ ബിഹേവിയർ എന്നാണ്. കാരണം ചുറ്റുള്ള ആൾക്കാരുടെ കാരണം അബൂബക്കറിനോട് ചോദിക്കുന്നുണ്ടല്ലോ മകളെ കല്യാണം കഴിപ്പിച്ച് തരാൻ. അപ്പൊ അബൂബക്കർ തിരിച്ചു പറയുന്നുണ്ടല്ലോ അവൾ കൊച്ചല്ലേ എന്ന്. സോ ആ നാട്ടിൽ അത് വളരെ കോമൺ ആണെന്നുണ്ടെങ്കിൽ അയാൾ അത് പറയില്ലല്ലോ. അയാൾ പറയുന്ന കൊച്ചല്ലേ എന്ന് വിചാരിക്കുമ്പോ തന്നെ അവിടെ കുറച്ച് ശൈശവ വിവാഹം കുറച്ചും കൂടെ മോശമല്ലേ എന്നുള്ള രീതിയിൽ അവർ കാണുന്നുണ്ടല്ലോ. അതുപോലെ സൈനബിനെ കല്യാണം കഴിക്കണം വളർത്ത് എന്താ, അതുകൊണ്ടല്ലേ അഡോപ്ഷനെ ഹറാമാക്കിയത്? അതുകൊണ്ടല്ലേ, കാരണം അഡോപ്ഷൻ ആ നാട്ടിൽ വളരെ കോമൺ ആയിരുന്നു. അപ്പൊ അഡോപ്ഷന് ഹറാമാക്കണം എന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ഒരു നല്ല ഒരു സോഷ്യൽ സിസ്റ്റം ആളെടുത്ത് മാറ്റല്ലേ. ആ നാട്ടിലുള്ള കുറച്ചും കൂടെ നല്ല കുറെ നല്ല സിസ്റ്റത്തിനെ ആളെടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണോ? ഉണ്ട്. അത് ഒരു പക്ഷെ ഞാൻ ഇനി പറയാൻ പോണ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാത്തു കേട്ടിട്ടില്ലാത്ത നെറേറ്റീവാണ് ഞാൻ. എന്ന് വെച്ചാല് മുഹമ്മദിനെ ഒരു പൂർണ്ണ രാക്ഷസനായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു തിന്മയുടെ മൂർത്തിയായിട്ടോ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പലതും മറഞ്ഞു പോകുന്നുള്ളതാണ്. നമുക്ക് കുറെ വിഷയങ്ങൾ ഇങ്ങനെ മതത്തിന്റെ ഒക്കെ വിഷയങ്ങൾ എടുക്കുമ്പോൾ പല പല ലെയറിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി കാണും. അപ്പൊ അങ്ങനെ നോക്കി കാണുമ്പോൾ കിട്ടുന്ന കുറെ സാധനങ്ങൾ ഇല്ലാതെ, അപ്പോ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഉള്ളത് ഇപ്പോൾ ഉള്ള സുന്നി, അതായത് മുഖ്യധാര മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഹമ്മദിനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ സ്വന്തം താല്പര്യങ്ങള് നടപ്പിലാക്കാന് എന്ത് തന്ത്രവും ഉപയോഗിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാല് എങ്ങനെ അതിനെ ചെലവാക്കാൻ പറ്റുന്ന പ്രത്യേകം നോക്കിയിട്ട് ആ രീതിയിൽ ചെലവാക്കാൻ നോക്കുന്ന ഒരാളാണ്. അതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ആയിഷയും സൈനബും. എന്നുവെച്ചാൽ അബൂബക്കറിനോട് ചോദിക്കുകയാണ് എന്റെ മകളെ കെട്ടിച്ചു തരണം എന്ന് പറയുമ്പോ അബൂബക്കർ പറയുകയാണെന്ത്, താങ്കൾ എന്റെ സഹോദരനാണല്ലോ, അവള് കൊച്ചുകുട്ടിയല്ലേ. ഇതൊക്കെ റെഡ് ഫ്ലാഗ് ആണ് സത്യത്തില്, അല്ലെ? അതായത് താല്പര്യമില്ലായ്മന്റെ ഇത് പറയണ്ട, അല്ലാതെ താങ്കൾ അന്ത്യപ്രവാചകനാണല്ലോ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, താങ്കൾക്കല്ലാതെ മറ്റാർക്കും ഞാൻ നൽകാനാണ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഈ രീതിയിലുള്ള റെഡ് ഫ്ലാഗാ വരുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് ഗ്രീൻ ഫ്ലാഗ് ആക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അള്ളാഹു എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പട്ടിൽ പൊതിഞ്ഞൊരു തുണി സമ്മാനമായി തരികയും അതിനുള്ളിൽ ആരാണ് ആയിഷ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കറക്കിയിട്ട് ആയിഷനങ്ങട്ട് ഒരു തരത്തിലൊരു പിടിച്ചു വാങ്ങലാണ് അവിടെ ഉണ്ടായത്. പിന്നെ ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ന്യായീകരിക്കുന്ന ഒരു സാധനമുണ്ട്, ആയിഷക്ക് പക്ഷെ ഒരിക്കലും മുഹമ്മദ് നബിയോട് വിമിഷ്ടം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അവിടെ ഇനി വിമിഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ അത് ഗ്രൂമിങ് അല്ലേ, പച്ച ഗ്രൂമിങ് അല്ലേ സാധനം. അത്രയും ചെറുപ്പം മുതലേ അങ്ങനെ കൊണ്ടുവരുന്ന സംഗതി, ആ ഒരു ഗ്രൂമിങ്ങിനെ ഇന്നത്തെ ഒരു മോഡേൺ ഹ്യൂമൻ വാല്യൂസ് വെച്ചിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും നിലയ്ക്ക്. പിന്നെ സൈനബിന്റെ വിഷയം,
ഈ പറയുന്ന സൈനബ് സെയ്ദ് എന്ന് പറഞ്ഞ മുഹമ്മദ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സെയ്ദ് എന്ന് പറഞ്ഞാല്. അതായത് അവര് പരസ്പരമുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന സ്നേഹം. ഈ സെയ്ദ് ഒരു അടിമച്ചന്തയിൽ നിന്ന് കിട്ടിയതാണ് സെയ്ദിനെ. ആ സെയ്ദിനെ അടിമയാക്കി വളർത്താതെ മുഹമ്മദാണ് വളർത്തുപുത്രനാക്കി വളർത്തുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ചാല് ഒരു ദത്ത് സമ്പ്രദായത്തിന് മാതൃകയാക്കാവുന്ന രീതിയിലാണ് മുഹമ്മദ് വളർത്തിയത്. സെയ്ദ് അറിയപ്പെടുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ്. എന്ന് വെച്ചാൽ മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നാണ് സെയ്ദ് അറിയപ്പെട്ടിരുന്നത്. എന്നിട്ട് സെയ്ദിന്റെ പേരൻസ് വരികയാണ്, കേട്ടറിഞ്ഞ് തങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അന്വേഷിച്ചു വരിക. അപ്പൊ സെയ്ദ് പറയാണ്, ഞാൻ ഒരിക്കലും മൂപ്പരെ വിട്ട് വരൂല, കാരണം എനിക്ക് മൂപ്പര അത്ര ഇഷ്ടമാണ്, മൂപ്പർക്ക് ഇനി അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അവിടെ സംഭവിക്കുന്ന സംഗതി എന്താന്ന് വെച്ചാല് സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ അയാള് മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെടാണ്. അത്രയും വലിയൊരു ബന്ധം, ഒരു രക്തബന്ധത്തിനേക്കാൾ വലിയൊരു ബന്ധം. എന്നിട്ട് ഈ ഒരു ബന്ധത്തിന് ഒലച്ചിൽ തട്ടുന്നത് എവിടെയാണ് എന്നുള്ളതാണ് പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സാധനം ഉള്ളത്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി ഒരു സാഹചര്യത്തില് സൈനബിനെ കാണുമ്പോ മുഹമ്മദിൽ ഉണരുന്ന കാമത്തിനെ മുഹമ്മദിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് മുഹമ്മദ് വളരെ ടാക്ടിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് മുഹമ്മദ് അതിനെ കൈകാര്യം ചെയ്തത്. അതായത് അള്ളാഹുവിനെയും ആയത്തിനെയും ഖുർആനെയും ഒക്കെ പാടായിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് മുഹമ്മദ് പതിയെ പതിയെ എന്ത് ചെയ്തു, സൈനബിനെ തന്റെ വരുതിക്ക് ഇങ്ങോട്ട് ആക്കിയെടുക്കുകയാണ്. അപ്പൊ അത് ആക്കിയെടുക്കുമ്പോ അവിടെ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് ദത്ത് സമ്പ്രദായത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുന്തിയ പരിഗണന അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് അവിടെ പറയാണ്, ദത്തുപുത്രന്മാർ ഇനി മുതൽ ആരല്ല നിങ്ങളുടെ സ്വന്തം പുത്രന്മാരെന്ന് നിനക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ പേര് ദത്തുപുത്രന്മാരോട് ചേർത്ത് വെക്കരുത്, ദത്തുപുത്രന്മാരുടെ കൂടെ പിതാവിന്റെ പേര് അവരുടെ പിതാവാരണോ അവരുടെ പേരാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പൊ ശരിക്ക് ഒരു ത്രികാല ജ്ഞാനിയായ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി എങ്കിൽ ഇങ്ങനെ ഒരു നിയമം എടുത്തു കളയാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവാചകന്റെ പേരിന് കളങ്കം വരാത്ത രീതിയിൽ എങ്ങനെയെങ്കിലാണ് ഇത് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇത് പക്കായിട്ട് പച്ചക്ക് കളങ്കം വരുത്തിക്കൊണ്ടാ അങ്ങനെ ഒരു അള്ളാഹ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഇവിടെ അപ്ലൈ ചെയ്യണ തന്നെ. എന്ന് വെച്ചാല് സ്വന്തം മകനായിരുന്ന, എല്ലാം കൊണ്ട് സ്വന്തം രക്തബന്ധത്തിനേക്കാൾ മീതെ നിൽക്കുന്ന വലിയ ബന്ധത്തിലുള്ള ഒരു മകൻ, ആ മകന്റെ ഭാര്യനെ വിവാഹം ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടാണ് ഈ ദത്ത് സമ്പ്രദായത്തിന്റെ ഒരു പ്രാധാന്യത്തിനെ കുറച്ച് കളയുന്നത്. അവിടെ തന്നെ എന്തായി, അവിടെ തന്നെ നമുക്ക് ഇത് സംശയാസ്പദമായ മറ്റൊരു സംഗതി കിട്ടുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതാണ്, മുഹമ്മദ് നബി തന്ത്രപരമായിട്ട് സ്വന്തം ആവശ്യങ്ങൾ നടത്തിയെടുക്കാറുണ്ടായി. മൂപ്പര് എന്ത് ചെയ്യൂല, മൂപ്പര് അങ്ങനത്തെ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യൂല. പിന്നെ എന്ന് പറഞ്ഞാല് ആള് ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ചിലപ്പോ മുറിവേൽക്കുന്ന ഒരു സംഭവമായിരിക്കും, എന്നാലും പറയാതെ വയ്യ. കാമം എന്ന സംഗതിയെ നിയന്ത്രിക്കുക എന്നുള്ളത് മൂപ്പരെ അജണ്ടയിലുള്ള ഒരു സാധനമായിരുന്നില്ല. മൂപ്പരതായ രീതിയിൽ അത് എപ്പോഴും പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വാശിയുള്ള മനുഷ്യന്. അതാണ് മൂപ്പര് ഒരിക്കൽ വഴിയിൽ നിന്നൊരു സ്ത്രീയെ കണ്ടപ്പോ ആ സമയത്ത് തോന്നുന്ന കാമം ഉടനെ തന്നെ അവിടെ അടുത്തുള്ള ഭാര്യ ആ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് തീർക്കാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുക, പിടിച്ചു നിർത്തുക എന്നുള്ളൊരു സാധനം ഇല്ല. മുഹമ്മദ് നബി അവിടെ ആ രീതിയിൽ പഠിപ്പിക്കണില്ല. ഇപ്പോ മറ്റേ അൺമാസ്ക് അനോമലീസിന്റെ അമീറാണ് തോന്നുന്നുണ്ട്, അയാൾ ഈ സെക്സിനോടുള്ളൊരു വാഞ്ച എന്തേലും പറയാ, ഒരു ഇതുണ്ടല്ലോ അതിന് ഇയാള് അമീർ പറയുന്ന ഒരു സാധനം റീപ്ലേസ്ഡ് അഗ്രഷനുമായിട്ടാണ് തുലനം ചെയ്യണത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് തോന്നുന്ന ദേഷ്യത്തിനെ വേറൊരാളോട് അയാളോട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് വേറൊരാളോട് പ്രകടിപ്പിച്ച് പോകും എന്ന പോലെ ഇത് എന്ത് ചെയ്യും, ഈ ഒരു വികാരം ലെസ്റ്റ് ഒരാളോട് തോന്നുന്നത് വേറൊരാളിലേക്ക് അത് ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് പീഡനത്തിന്റെ ഒക്കെ കാരണം പോലെയൊക്കെ അങ്ങനെ പറയണം. പക്ഷെ സത്യത്തിൽ ആ പറയണത് തന്നെ പൊട്ടത്തരല്ലേ. അതായത് ഇത് എന്ത് അഗ്രഷൻ ആണെങ്കിലും ലെസ്റ്റ് ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതും അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. അല്ലാതെ തനിക്ക് ഉള്ളിൽ തോന്നിയ ഒരു വികാരത്തിന്റെ പേരിൽ വേറൊരു മനുഷ്യജീവിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു രീതിക്കല്ലല്ലോ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇതൊക്കെ ശരിക്കും ഈ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധനാ കുറച്ചും കൂടി ബെറ്റർ മുഹമ്മദിനേക്കാൾ ഇത്തരം കാര്യങ്ങൾ. ഇതില് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റഷാൻ ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റില്
ഈ സാധാരണ ഇപ്പൊ ഇതുപോലെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ വെറും മുസ്ലിം ആയി എന്നുള്ളതിന്റെ പേരിൽ മുഹമ്മദ് നബിന്റെ ജീവിതചര്യ വായിച്ചിട്ട് ഈ കാമം നമുക്കുള്ള ഒരു അവകാശമാണെന്നുള്ള രീതിയിൽ ഇവർക്കുള്ള ഓൾറെഡി ഉള്ള നല്ല ബിഹേവിയറും സൊസൈറ്റി കണ്ടിട്ട് നമ്മൾ മോഡൽ ചെയ്തിട്ടുള്ള നല്ല ബിഹേവിയർ ഓൾറെഡി ഉണ്ടായിരിക്കെ മുഹമ്മദ് ഇങ്ങനെയാണല്ലോ അപ്പൊ എനിക്കും ഇങ്ങനെ ആവാന്നുള്ള രീതിയിൽ നേരെ ബിഹേവിയർ ഫ്ലിപ്പ് ആയിട്ട് ചിലപ്പോൾ ക്രൈമിലോട്ടും ഇതുപോലുള്ള അസോൾട്ടിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? കാരണം ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ വളരെ നന്നായി ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അവർ നന്നായി ജീവിക്കുന്നു. പക്ഷെ മുഹമ്മദ് നബിന്റെ ചര്യ വായിക്കണം, നാലാവാലോ എനിക്കും നാലാവല്ലോ, വേണമെങ്കിൽ അടിമ സ്ത്രീകളെ വെക്കാലോ എന്നുള്ളൊരു മെന്റാലിറ്റി വരില്ല ചിലപ്പം. ഈ മുഹമ്മദിനെ കണ്ടിട്ട് ഓൾറെഡി നല്ല ആൾക്കാരും നേരെ തിരിഞ്ഞ് മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ജസ്റ്റിഫൈഡ് പ്രവാചക ആണെന്നുള്ള ചര്യ. ചിന്താഗതി. യെസ്, അതായത് ഒരു ആള് അയാൾക്ക് നല്ല പൈസയൊക്കെ ഉണ്ട്, അയാൾക്ക് ഒരു ഭാര്യ ഉള്ളൂ, അയാൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണെങ്കിലും അയാൾ സുന്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ എന്ത് ചെയ്യാം, 4 വരെ കെട്ടാനൊക്കെ ഈ ഒരു മുഹമ്മദ് നബിന്റെ ജീവചരിത്രവും അതുപോലെ ആ ഒരു സുന്നത്ത് പിൻപറ്റുക എന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോ അയാൾ അത് ചെയ്തു എന്ന് വരാം. പിന്നെ അതേപോലെ ഇനി വല്ല ഐസിസിന്റെയോ അല്ലെങ്കിൽ അഫ്ഗാനിലെ താലിബാന്റെ ഒക്കെ കേന്ദ്രം പോലത്തെ സ്ഥലത്താണെങ്കിൽ അടിമ സ്ത്രീകളെയും വേണമെങ്കിൽ വെക്കാനും, അതായത് ആ രീതിയിലുള്ള മനുഷ്യത്വ രാഹിത്യങ്ങൾ, മനുഷ്യത്വ വിരുദ്ധതകൾ അവര് ചെയ്യാന് മുഹമ്മദ് നബിയുടെ ആ ഒരു ചര്യ കാരണം തുറക്കാനാണ്. അതെ, ഫോർ എക്സാമ്പിൾ സാധ്യതകൾക്ക് ചാൻസ് മുജാഹിദ് അനുസരിച്ച്. അതെ, ഫോർ എക്സാമ്പിൾ മുജാഹിദ് ബാലുശ്ശേരിയും ഇബ്രാഹിം ഖാന്റെ മോളും. ആ അതെ അതെ ആൾക്ക് അതെ. ആഗ്രഹമുണ്ട് പക്ഷെ നടക്കണില്ല. അങ്ങനെ നടക്കണില്ല. നിങ്ങള് ആ പെണ്ണുങ്ങള് സമ്മതിച്ചാഞ്ഞിട്ടല്ലേ. നമ്മക്ക് അതാണ്. ബാലുശ്ശേരി പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് സങ്കടം. കാരണം ഈ പെണ്ണുങ്ങൾ കാരണം മുജാഹിദ് ബാലുശ്ശേരിന്റെ സ്ത്രീകൾക്കായിട്ട് മാത്രമുള്ള ഒരു ക്ലാസ് ഉണ്ട്. സോ ഈ സ്ത്രീകൾക്കായിട്ടുള്ള മാത്രമേ ക്ലാസ്സിൽ ആള് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ 2ഉം 3ഉം കെട്ടാൻ സമ്മതിക്കണം, എന്നാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക മുത്തുച്ചിപ്പിന്റെ ഉള്ളിൽ സ്ഥലം കിട്ടുള്ളൂ എന്ന്. എന്നുവെച്ചാ സ്ത്രീകൾ മുത്തുച്ചിപ്പിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, ഭർത്താക്കന്മാരെ 72 ആൾക്കാരുടെ കൂടെ കറങ്ങി വരും, അത് കണ്ടിട്ട് അതെ. വെറുതെ ഇങ്ങനെ തൊള്ളി നോക്കിയിരിക്കുക. അതായിരിക്കും ആള് ഉദ്ദേശിക്കുന്നത്. അതെ. എന്താ എനിക്ക് നിങ്ങള് ആ ഒരു മുത്തിന്റെ കൊട്ടാരം കൊണ്ട് തൃപ്തിപ്പെടുക, നമ്മള് അതിലും വലുതിൽ തൃപ്തിപ്പെട്ടോളാന്നുള്ളൊരു തന്നെയാണത്. അതെ. ഏഹ് സൗകര്യമില്ല. അതെ. ഇനി ഞാനിപ്പോ മദ്രസയിൽ നിന്ന് 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എന്താ പറയാ, അപ്പൊ റഷാനാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര വലിയ 25 കൊല്ലം വരെ ദർസിൽ പോയില്ല. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ വളരെ സെൻസേർഡ് ആയിട്ടുള്ള കുറെ ഹദീസായിരുന്നു മദ്രസയിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പൊ നമ്മള് ഇത് വളരെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഹിന്ദിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹിന്ദി ഇങ്ങനെ കരള് കടിച്ച് കഴിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം നമുക്ക് വൺ സൈഡ് സ്റ്റോറി മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ ഓരോ ഗ്രേഡ് പോകുന്നിടത്തോളം 8ാം ക്ലാസ് വരെ എനിക്ക് അങ്ങനെ വളരെ വൺ സൈഡ് സ്റ്റോറി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ കാരണം അത്രയും നല്ല സെൻസേർഡ് ആയിട്ടാണ് വരിക. കാരണം ഒരുപാട് ഇവരുടെ മറ്റേ കൗൺസിലൊക്കെ കൂടി ആലോചിച്ചിട്ട് എന്ത് കിതാബിൽ ഇടണം എന്നുള്ളത് അവർ ആലോചിച്ചിട്ടല്ലേ ഇതിൽ ഇടുള്ളൂ. സോ യെസ് യെസ്. 25 വയസ്സ് വരെ മദ്രസയില് പഠിക്കുമ്പോ അതില് കുറച്ചും കൂടെ അൺസെൻസേർഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചിന്തിക്കാൻ, ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നോ? ടെക്സ്റ്റുകളിൽ വരും. പക്ഷെ ഇതിലുള്ള ഒരു വിഷയം എന്താണെന്നറിയോ, നമ്മള് ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത കാലത്തോളം നമുക്കതിപ്പോ എന്ന് വെച്ചാൽ ഈ 23 വയസ്സിൽ ഞാൻ ഈ പറയണ തീപ്പൊരി ഉണ്ടാകും മുമ്പ് എനിക്ക് ഈ അടിമത്തമോ അല്ലെങ്കിൽ ഐശ വിവാഹമോ ഒരു അപരാധം എന്നുള്ളതൊക്കെ പറയണമെന്ന് എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആകെ കൂടെ എന്റെ ഉള്ളില് എരിഞ്ഞുകൊണ്ടേ ഇരുന്ന ഒരേ ഒരു സാധനം ആശയത്തിന്റെ പേരിൽ. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഈ സാധനം മുഹമ്മദ് നബി ചെയ്തിട്ടില്ല എന്നാട്ടോ. അതായത് ആശയത്തിന്റെ പേരിൽ ആയുധം എടുക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതായത് ചേകന്നൂരിനെ കൊന്നത് എന്റെ പല ഉസ്താദുമാരും അംഗീകരിക്കുന്ന കാര്യവും അവര് പറയാറുണ്ടായിരുന്നു. ളറൂരിയായ കാര്യം എന്ന് വെച്ചാൽ ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ കൊല്ലണം എന്നല്ലേ. അപ്പൊ ആ നിലക്ക് ചേകന്നൂർ കൊല്ലപ്പെട്ടതിന് ഇപ്പൊ എന്താ, അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നു. അപ്പോ എനിക്കാണെങ്കിൽ ആശയത്തിന്റെ പേരിൽ ഒരാളെ കൊന്നത് എന്നുള്ള പേരിൽ എനിക്കത് ഭയങ്കര ഒരു വേദനയായിരുന്നു. അതല്ലാത്ത വിഷയത്തിലൊന്നും എനിക്ക് അത് ഈ സംഗതി മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പിന്നീട് ദർസിലുള്ള പഠനങ്ങൾക്കിടയിലാണ് ഈ സംഭവം, അതൊക്കെ ഈ ചിന്ത ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന സമയങ്ങളിലാണ് ഈ സംഗതി ഉസ്താദിന്റെ വായന ഞാൻ കേൾക്കുന്നത്. എന്ത് ആശയത്തിന്റെ പേരിലുള്ള കൊലപാതകം, ആശയത്തിന് ആശയം കൊണ്ട് നേരിടാതെ ആശയത്തിന് ആയുധം കൊണ്ട് നേരിട്ട സംഭവം മുഹമ്മദ് നബിന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ എന്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഓ ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു ഇതല്ലല്ലോ എന്ന്. ഒരു പക്ഷെ ഇസ്ലാമിന്റെ ഒരു രക്തരൂക്ഷിതമായ ചരിത്രത്തിലേക്കുള്ള ഒരു എൻട്രി എനിക്ക് തോന്നുന്ന ആ ചോദ്യമാണ്. എനിക്കൊരു 2-3 ആൾക്കാരെ പേര് പറഞ്ഞു എന്നിട്ട് ഉസ്താദ് പറഞ്ഞു ഇവരൊക്കെ മുഹമ്മദ് നബിനെ വിമർശിച്ചവരാണ്, ഓലൊന്നും മുഹമ്മദ് നബി വെറുതെ വിടല്ലേ ചെയ്തത്, അവരൊക്കെ കൊല്ലുക ചെയ്തത് ഉസ്താദ് പറഞ്ഞുതരാം. ഇതൊന്നും ഉസ്താദിന്റെ വായെന്നോ അല്ലെങ്കിൽ സ്വന്തം ഭാഗമായിട്ട് അങ്ങനെ പറയണമെന്നല്ല.
എന്റെ വയ്യമണിപ്പിടൽ വീഡിയോന്റെ അടിയിൽ അങ്ങനെ കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് കേട്ടതാണ് നിങ്ങളെ ഈ ചെങ്ങന്മാരെന്ത് പൊട്ടത്തര പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്റെ ഉസ്താദുമാരെന്ന് പറഞ്ഞാല് അവരാരും എന്താ ചുമ്മാ പറയുന്ന ആൾക്കാരല്ല. എന്നെ പഠിപ്പിച്ച് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ ആരൊക്കെയാണ്. ഈ ഉസ്താദുമാരിൽ ഒരാൾ പോലും ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്ത പറയുന്നത്. അവര് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു കിതാബിലുണ്ടാവും. അല്ലാതെ ഇസ്ലാമിന്റെ ആധികാരികമായ കിതാബുകളിൽ ഇല്ലാത്തൊരു സാധനം പോലും പറയില്ല. ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ പോലും ആധികാരികമായ ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. ഇത് ഈ എന്താ വിമർശിച്ച ആളുകളെ കൊന്നു എന്നുള്ളത്. ഈ സംഭവം കേട്ട പാടെ എന്റെ ഉള്ളിലൊരു വെള്ളിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കരുതിയ സാധനമല്ലല്ലോ. അപ്പൊ ഞാൻ സമാധാനത്തിനെ കുറിച്ച് ചോദിച്ച സമയത്ത് സമാധാനത്തിന്റെ മതാണെന്നൊക്കെ അല്ലേ പറയല് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ് ഇജ് മനസ്സിലാക്കിയ സമാധാനം എന്താണെന്നാണ് ഉസ്താദിന്റെ ചോദ്യം. അപ്പൊ ഡെഫിനിഷൻ മാറ്റാണ് അവിടെ. ഇപ്പൊ ഈ പാപം എന്ന് പറയുമ്പോ ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിന്റെയും ജൂതായുസത്തിന്റെ ഒക്കെ തുടർച്ചയായിട്ട് വന്ന ഇസ്ലാം മതത്തില് അന്യന്റെ ഭാര്യയെ മോഹിക്കുക എന്നുള്ളത് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഒരു തെറ്റായി മാറുന്നില്ല എന്നുള്ള സംബന്ധം. അന്യന്റെ ഭാര്യ എന്ന് പറയുമ്പോ എന്താ പറയാ, ഇപ്പോ മറ്റ് ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിട്ട് അവിടുത്തെ സ്ത്രീകളെ അടിമകളാക്കി പിടിക്കണുണ്ടല്ലോ. അതെന്തിനാണ് അടിമകളാക്കി പിടിക്കുന്നത്? അവരെ ജോലിക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ല, അവരെ ലൈംഗികമായി യൂസ് ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അത് മുഹമ്മദ് നബി ആയിട്ട് ചെയ്തതല്ല, പക്ഷെ മുഹമ്മദ് നബിയുടെ അണികൾക്ക് ചെയ്യാനുള്ള പെർമിഷൻ മുഹമ്മദ് നബി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പാപത്തിന്റെ ഡെഫിനേഷൻ പോലും മാറ്റി. എന്ത്? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, പക്ഷെ അത് അടിമയാക്കി പിടിച്ചിട്ടുള്ള അന്യന്റെ ഭാര്യ ആണെങ്കിൽ മോഹിക്കാം, വേണ്ട ചെയ്യാന്നുള്ള കോലത്തിലേക്ക് മാറ്റി. നമ്മൾ ഈ ആനിമൽ ഫാമിൽ ഉണ്ടല്ലോ, ഓൾ അനിമൽസ് ആർ ഈക്വൽ ബട്ട് സം അനിമൽസ് ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ രീതിയിൽ ഇവർ എന്ത് ചെയ്യാണ്, മാനിപ്പുലേറ്റ് ചെയ്യാണ്. ആ രീതിയിലുള്ള സാധനമാണ് അന്ന് ഉസ്താദ് പറഞ്ഞതിനോട് ഇത് മനസ്സിലാക്കിയ സമാധാനം, ശരിക്കുള്ള സമാധാനം അതാണ് എന്ന് ഇജ്ജ് മനസ്സിലാക്കിയ പറഞ്ഞിട്ടുള്ള മോഹം എന്താ? ഡിഫൈൻ മോഹം. മോഹം ഇജ്ജ് എന്താ ഉദ്ദേശിക്കുന്നത്? മോഹം ഉദ്ദേശിക്കുന്നത് മുത്തുനബി ഉദ്ദേശിക്കുന്നത് പടച്ചോനിലേക്ക് അടുക്കാനുള്ള ഇബാദത്ത്, അതാണ് മോഹം. അതുകൊണ്ടാണല്ലോ നമ്മൾ അടിമ സ്ത്രീകളുടെ അടുത്ത് പോകുന്നത്. കാരണം നമുക്ക് പടച്ചോനിലോട്ട് കൂടുതൽ അടുക്കാം. അങ്ങനെ നമുക്ക് എന്തിന്റെ വേണമെങ്കിലും ഡെഫിനിഷൻ മാറ്റി മറിക്കാലോ. വളരെ നല്ല സ്ട്രാറ്റജി ആണ്. ഇതിലെ ജോർഡൻ പീറ്റേഴ്സിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയും ഡിഫൈൻ മോഹം, ഡിഫൈൻ സമാധാനം. യെസ്. അപ്പൊ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് നമ്മൾ ചെയ്തതിനെ അങ്ങനെ സെറ്റാക്കി എടുക്കും. അതാണ്. അപ്പൊ ഈ സംഭവത്തിൽ മുതൽ പിന്നെ നമ്മളിങ്ങനെ അപ്പോഴൊക്കെ എന്ത് അനലൈസ് ചെയ്തിട്ട് നമ്മള് ഇത് ഒരു വിയേർഡ് സാധനമാണെന്ന് മനസ്സിലാകണം. പിന്നെ തുടർന്നുള്ള പഠനങ്ങൾക്കിടയിൽ വായനകൾക്കിടയിൽ ഒരിക്കൽ ഞാൻ ഉസ്താദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിന് ചോരന്റെ മണം വല്ലാതെ ഉണ്ടല്ലോ ഉസ്താദ്. അപ്പോ ആ സമയത്ത് ഉസ്താദിന്റെ നോക്കി ചിരി ചിരിച്ചതല്ലാതെ ആളെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് മറുപടി പറയാത്തിന് വേറെ കാരണമുണ്ട് കേട്ടോ. അതായത് അവർക്ക് മനസ്സിലായില്ല ഞാന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുർത്തദാകാനുള്ള ഒരു യാത്രയാണ് എന്നുള്ളത്. പിന്നീട് ഒരു സമയത്ത് മുർത്തദായതിനു ശേഷം ഈ ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് മതം വിടാൻ കാരണമാകുന്ന, മതം ഉള്ളിന്ന് പോകുന്ന, വിശ്വാസം പോകുന്ന പല ചോദ്യങ്ങളും നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ആള് ഓർത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഒരു നമ്മൾ നല്ല രീതിയിൽ തന്നെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഈ കാര്യങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ, മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരു മനുഷ്യനിർമ്മിതമായ സാധനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ് അതാണ്. ഇപ്പോ പലരും, എന്റെ പല സുഹൃത്തുക്കളും ഇത് മാനവിക വിരുദ്ധമാണ് എന്നൊരു പോയിന്റ് പിടിച്ചിട്ടാണ് കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഇസ്ലാം എന്തല്ല, ഒരു അള്ളാഹിന്റെ അടുത്തുള്ള മതമല്ല, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിന്റെ മതമല്ല എന്നൊക്കെയുള്ള പറയും. എന്റെ പോയിന്റ് എന്താ വെച്ചാൽ ഇത് ദൈവികമല്ല എന്നുള്ളതാണ്. കാരണം ദൈവികമാണെങ്കിൽ, അതായത് ഒരു ദൈവം പറഞ്ഞ സംഗതിയാണെങ്കിൽ ആ ദൈവം നമ്മളോട് നേരിട്ട് കൊല്ലാൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൊല്ലൂലേ? നമ്മൾ തല്ലാൻ പറഞ്ഞാൽ നമ്മൾ തല്ലും. കാരണം ദൈവമാണ് പറയണത്. പക്ഷെ ആ ദൈവം അല്ലാത്തിടത്തോളം അതിനെ നമ്മൾ അനുസരിക്കേണ്ട ഒരു ബാധ്യതയില്ല. അപ്പോ അത് ഇറ്റ് ഈസ് നോട്ട് ഡിവൈൻ. അതാണ് നമ്മളെ പോയിന്റ്. അതിലേക്ക് നയിച്ച കാരണങ്ങളെ പോയി പറഞ്ഞു. കുറച്ചേർപ്പ് പറയണ്ടോ, പെട്ടെന്ന് കിട്ടുന്ന സാധനം. സമയം കൂടുതലായി ഇപ്പൊ അല്ലെ. ഇപ്പൊ റഷാൻ എന്തായാലും വേറെ മക്കളും ഉദ്ദേശിക്കുന്ന വേറെ കുട്ടികളും പഠിച്ചിട്ടുണ്ടല്ലോ. സോറി, റഷാൻ എന്തായാലും വേറെ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഉസ്താദായിട്ട്. അപ്പൊ ഞാൻ മദ്രസയിലായിരുന്നപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് ടീച്ചർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. സോ എന്റെ ഫസ്റ്റ് ഡേ ഓഫ് മദ്രസയിൽ തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മദ്രസയിൽ നബിയുടെ ഭാര്യമാരെ കുറിച്ചൊന്നും പഠിപ്പിച്ചു തരില്ല. നമുക്ക് പുറത്തുനിന്ന് എവിടുന്ന് കേട്ടൊരു പരിചയമാണ് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെറുതാകുമ്പോ തന്നെ മദ്രസത്തെ ഫസ്റ്റ് ഗ്രേഡിലാകുമ്പോ തന്നെ അവിടുത്തെ ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ശരിയാ ഉസ്താദെ, മുത്തുനബിക്ക് ഒരുപാട് ഭാര്യമാരും ഇവിടെ ബാക്കി ആൾക്കാർക്കൊക്കെ 4 വരെ കെട്ടാന്നും, അത് അൺഫെയർ അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന്.
അങ്ങനെ പിന്നെ ആ ദിവസം മുതൽ ഞാൻ മദ്രസയിൽ 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഏകദേശം ഒരു 3-4 ദിവസം കൂടുമ്പോ എപ്പോഴും എന്റെ വീട്ടിലോട്ട് ഒരു കോൾ വരും. പാത്തു നല്ല ചോദ്യം ചോദിച്ച് ഇടങ്ങേറാക്കുന്നുണ്ട്. പാത്തുന്റെ ചോദ്യം ചോദിക്കുമ്പോ തന്നെ കാലിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും അരിച്ചു കയറും. പ്രത്യേകിച്ച് മറ്റേ വലിയ കുട്ടികൾക്കുള്ള ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വലിയ അശുദ്ധിയുടെ കൂടി ചെറിയ അശുദ്ധിയുടെ കൂടി എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഈ രണ്ട് കൂടിയും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഇത് എങ്ങനെ സെൻസ് ആവുന്നില്ല, ഇത് ശരിയാവുന്നില്ല കണക്കുകളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ചോദ്യം ചോദിക്കരുത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്, ഞാൻ അന്ന് ചോദ്യം ചോദിച്ച സമയത്ത് ഉസ്താദുമാരൊന്നും എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് തന്നിട്ടില്ല. വെച്ചാൽ കിടന്ന് ഉരുളായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവര് വീട്ടിൽ പോയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയെങ്കിലും ചിന്തിക്കുന്നുണ്ടാവോ? കാരണം ഇവരുടെ ഉള്ളിലും കുറച്ച് ഡൗട്ട് ഉണ്ടാവോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു കുട്ടി ഇങ്ങനെ എന്നോട് ചോദിച്ചില്ലേ, ഇവർക്ക് നല്ലൊരു മറുപടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് തർക്കിക്കാനായിട്ട് ഉസ്താദ്മാര് വീണ്ടും ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ടോപ്പിക് പഠിപ്പിക്കാതെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എവിടെന്നെങ്കിലും റെഫർ ചെയ്ത് ഉത്തരമായിട്ട് വീണ്ടും വരും. എന്നിട്ട് പാത്തോ എന്നോട് എനിക്കുള്ള ഉത്തരതാ അന്ന് നമ്മള് തലാക്ക് ചൊല്ലിയേക്കിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഉസ്താദുമാർ ഇപ്പോഴും പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് റഷാൻ ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ പിള്ളേർ എന്തെങ്കിലും കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് റഷാന് ചിന്തിക്കാൻ പറ്റിയിരുന്നോ? ഇത് ശരിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഈ സ്ത്രീകൾക്കെതിരെയുള്ള അനീതിനെ കുറിച്ചിട്ടൊക്കെ? ഇല്ല, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. ഭയങ്കര ഷൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൈ. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സാധനം അവരിങ്ങനെ എടുക്കുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ചോദ്യവും അവർ ചോദിക്കില്ല. എന്തിനാണ് പറഞ്ഞത്, ഞാൻ ദർസിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളടക്കം അങ്ങനെയാണ്. അത് എനിക്ക് ആ ദർസിന്റെ ഒരു സംഗതി സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല, അവരൊന്നിനെയും ചോദ്യം ചെയ്യാറുണ്ടായിരുന്നില്ല. കിട്ടുന്ന സാധനം ഇങ്ങനെ വിഴുങ്ങി വിടുക. ഒരു പക്ഷെ കൂടുതൽ ഉസ്താദുമാരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർ കിട്ടുന്നത് വിഴുങ്ങി ഇങ്ങനെ വിടുക എന്നല്ലാതെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്, മോസ്റ്റ് ഓഫ് ദ മുസ്ലിംസിന് ഈ ഖുർആന്റെ അറബി വായിക്കാൻ അറിയുന്നല്ലാതെ അറബിയിൽ അതിന്റെ അർത്ഥം അറിയില്ല. അതേപോലെ ഇവിടെയുള്ള ഉസ്താദുമാരിൽ എന്താ കൂടുതൽ എണ്ണത്തിനും അറബി ജസ്റ്റ് ചെറുതായിട്ട് മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചു വിടുന്ന ഒരു അറബി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അറബി ഡപ്തിൽ വായിക്കാനോ ഈ ഒരു മതപരമായ കാര്യങ്ങളിൽ ഡപ്തിലുള്ള അറിവൊന്നും കൂടുതൽ ഉസ്താദുമാർ ഇല്ല. അതിന്റെ കാരണം അവരിങ്ങനെ കിട്ടുന്ന സാധനം ഇങ്ങനെ വിഴുങ്ങി വിടുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും ചോദ്യം ചെയ്യുകയോ കിട്ടുന്ന ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് തന്നെ റെഫർ ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ജൂനിയർ രൂപങ്ങളായിരുന്നു എന്റെ താഴെയുള്ളത്. അതായത് ഞാൻ പഠിപ്പിച്ചിരുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പോലും അവരൊന്നും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അതും എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളായിരുന്ന കുട്ടികൾ വരെ ഇങ്ങനെ സുന്നി മുജാഹിദ് വിഷയങ്ങൾക്ക് വരുമ്പോ അത് എങ്ങനെ പുറത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഈ സുന്നി മുജാഹിദ് വിഷയങ്ങളിലും മറ്റൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായ കച്ചറുണ്ടായാലും എന്ത് ചെയ്യും, അവര് എന്നോട് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നു, ഇത് എന്താ അതിന് പറയാ, എന്താ അവർ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു പറയാ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ അവർ എന്നോട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്പോഴും അവരെന്ത് ചെയ്യണില്ല, അവരെ ഉസ്താദിനോട് അത് ചോദിക്കുന്നില്ല. ഞങ്ങൾ രണ്ടാമതൊരു ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഉസ്താദ്. ആ ഉസ്താദ് ഉണ്ടായിരുന്ന കാലത്ത് ആ ഉസ്താദിനോട് ഇവർ ചോദിക്കായിരുന്നു ഇത്തരം വിഷയങ്ങൾ. പക്ഷെ മൂപ്പരില്ലാത്ത സമയത്ത് ഈ വലിയ ഉസ്താദിനോട് ഇവർ ചോദിക്കുകയില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വന്ന ഒരു എൻവയോൺമെന്റില് ഇങ്ങനെ ചോദ്യങ്ങൾ ഈ രീതിയിൽ ചോദിക്കുന്ന കൊസ്രാക്കൊള്ളികൾ കുറവായിരുന്നു. ഓക്കെ. സോ എന്റെ വേറൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിങ്ങനെ എക്സ് മുസ്ലിം സ്ത്രീകൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും എക്സ് മുസ്ലിം പുരുഷന്മാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും എന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാല് മതം വിടാനുള്ള റീസൺസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മുത്തുനബി മുത്തുനബി അല്ല പീസ് മുത്തു സ്ത്രീകളോട് ചെയ്യുന്ന അനീതി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളിലാണ് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ അത് ഹേർട്ടായിട്ട് മതത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. പക്ഷെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറ്റനിക് വേഴ്സസ് പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് വേറെ കുറെ എക്സാമ്പിൾസ്, അതുപോലെ എന്താ പറയാ ആസ്ട്രോണമി അങ്ങനത്തെ കുറച്ച് ഡിസ്ക്രിപ്പൻസീസ്, ജോഗ്രഫി, അങ്ങനെ വേറെ അങ്ങനത്തെ രണ്ട് വിഷയങ്ങളിലായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട്, ഞാനിത് ഫാക്ട് ആയിട്ട് പറയില്ല, എന്റെ ഒരു ലിമിറ്റഡ് ഒബ്സർവേഷനിൽ എനിക്ക് അങ്ങനെയാണ് കാണാൻ പറ്റിയത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്രോസ് ഓവർ ആയിട്ട് ചോദിക്കട്ടെ, അപ്പൊ റഷാൻ ഇതുപോലെ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് ഹദീസ് ഉണ്ടല്ലോ, കൗണ്ട്ലെസ് അത്രയും ഹദീസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത് ശരിയല്ലല്ലോ, ഇത് അൺഫെയർ ആണല്ലോ, ഇത് അൺജസ്റ്റ് ആണല്ലോ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നിട്ട് ഇതിനെങ്ങനെയെങ്കിലും റാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാന് എനിക്കിങ്ങനെ തോന്നിയത് രണ്ട് സന്ദർഭങ്ങളിലാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു സാധനം വിശ്വാസമായിരുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് എന്റെ ചുറ്റുപാടുകളിൽ നിന്നായിട്ട് ഈ ഒരു ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞത് കാരണമായി മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരു 10 രൂപ വേണമെങ്കിലും ഭർത്താവിനോട് കൈ നീട്ടുകയും അതിന്റെ പേരിൽ നിന്ദത ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന
ഒരുപാട് സ്ത്രീകൾ. എന്താണ് അതിന്റെ കാരണം? അവർക്ക് വിദ്യാഭ്യാസമില്ല, ഒരു ജോലിക്ക് പോകാനുള്ള കഴിവില്ല, കാപ്പബിലിറ്റി ഇല്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് 14ഉം 13ഉം വയസ്സിൽ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള നിസ്സഹായരായ സ്ത്രീകളെ ഒരുപാട് കണ്ടതുകൊണ്ട് എനിക്ക് ശൈശവ വിവാഹത്തിനോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ മുഹമ്മദ് നബിയും അള്ളാഹുവും ഇതൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ എന്നുള്ള സാധനമാണ് എന്റെ ഉള്ളിലുണ്ടായത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ ആരെങ്കിലും ചോദ്യം കൊണ്ട് വന്നാൽ ഞാൻ മൗനിയാവും. ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ന്യായീകരിക്കാൻ നിൽക്കലില്ല. കാരണം എന്റെ മുമ്പില് ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇരിക്കെ ഞാൻ എങ്ങനെയാണ് അത് കണ്ടില്ലെന്ന് നടിച്ചത് ന്യായീകരിക്കുക? എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഈ ഒരു ശൈശവ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിമർശനങ്ങളുമായിട്ട് ആരെങ്കിലും വന്നാൽ ഞാൻ അതിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ഷെരീഫ് ഉള്ളത്ത് എന്ന് പറഞ്ഞ ഒരു വക്കീലിനാണ്. ആള് മരിച്ചുപോയി. ആള് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ആളെ കണ്ടപ്പോ ആള് ഇസ്ലാമിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രധാനമായിട്ടും ഈ ശൈശവ വിവാഹമായിരുന്നു. ഞാൻ ഒരു വാക്കും കിട്ടിയില്ല. ഞാൻ ആകെ മൂപ്പരോട് പറഞ്ഞു അതൊരു പ്രയാസം, ഇത് മാത്രം ഞാൻ പറഞ്ഞു, വേറെ ഒന്നും എനിക്ക് പറയാൻ കഴിയൂല. ഞാൻ അങ്ങനെ മിണ്ടാതിരുന്നു. പക്ഷെ ജിഹാദിന്റെ വിഷയത്തിൽ ഞാൻ നന്നായിട്ട് പൊലിപ്പിക്കാറുണ്ട്. പല നിലക്കും ജിഹാദ് തെറ്റല്ലേ, അത് അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞവരോടൊക്കെ ഞാൻ പല ജാതി ന്യായീകരണം വെച്ചിട്ട് ഞാൻ ന്യായീകരിക്കലുണ്ട്. അങ്ങനെ ഒരു ചിത്രം. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു വെച്ചാല് ഞാനിപ്പോ രണ്ട് ഡിഫറൻസ് പറഞ്ഞല്ലോ, ലൈക്ക് എക്സ് മുസ്ലിം ആണുങ്ങളും എക്സ് മുസ്ലിം പെണ്ണുങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ആൻഡ് ഇവര് മതം വിട്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള ബിഹേവിയർ അവർക്കെതിരെയുള്ള ഔട്ട്ലുക്ക് ഒക്കെ ഡിഫറെന്റ് ആണ്. സോ ഇത്രയും മതം പഠിച്ചിട്ടും മതം വിട്ടു കഴിഞ്ഞ റഷാന് എങ്ങനെയായിരുന്നു മതം വിട്ട ഒരു എക്സ്പീരിയൻസ്? കാരണം നാട്ടുകാര് അവൻ അത്രയും പഠിച്ചതില്ല, അവൻ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഒരുപാട് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് വിട്ടതാണ്. സോ അവൻ അത്രയും നോളജബിൾ ആണ് മതത്തിന്റെ കാര്യത്തില്. ഇപ്പൊ നമ്മളോടൊക്കെ പറയും പഠിച്ചിട്ട് വിമർശിക്കൂ, നീ 8ാം ക്ലാസ് വരെയല്ലേ മദ്രസ പഠിച്ചിട്ടുള്ളൂ, നീ വേണമെങ്കിൽ 25 വയസ്സ് വരെ പഠിക്ക്, എന്നിട്ട് നീ അങ്ങനെ ആയിരിക്കും. പക്ഷെ റഷാനോട് ആർഗ്യുമെന്റ് പറയാൻ പറ്റില്ല, കാരണം റഷാൻ അത്രയും പഠിച്ചതാണ്, അല്ലെ? ഖുറാനും ഹദീസും ഒക്കെ ഇങ്ങനെ അരച്ചു കലക്കി കുടിച്ചതാണ്. പ്രത്യേകിച്ച് എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റഷാന്റെ ഇസ്ലാമിലുള്ള നോളജ് ഒരുപാടാണ്. അപ്പൊ അങ്ങനെ പോലെ റഷാനോട് അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് എടുക്കാൻ പറ്റില്ല. ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ ഈ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ള ആർഗ്യുമെന്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ റഷാൻ മതം വിട്ടപ്പോ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ പ്രതികരണമൊക്കെ? അപ്പോ അതിങ്ങനെ വ്യത്യസ്ത തട്ടുകളായിട്ട് ഇങ്ങനെ തിരിക്കാൻ. ഇപ്പോ എന്റെ ഉമ്മയാണ് ഫസ്റ്റ് എന്റെ ഈ ഒരു മതനിഷേധം മനസ്സിലാക്കുന്നത്. അപ്പോ ഉമ്മ ചെയ്ത പരിപാടി എന്താ വെച്ചാല് ചൂലെടുത്ത് അടിക്കുകയാണ് ചെയ്തത്. നല്ല പോലെ അതിന്റെ 25ാമത്തെ വയസ്സിലാണ് ഉമ്മ നല്ല പോലെ അടിച്ചു. പക്ഷെ ഞാനെന്ത് ചെയ്തില്ല, ഞാനത് റെസിസ്റ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. പിന്നെ അടിച്ച് കൊണ്ടുപോയി ബാത്റൂമിലേക്ക് തള്ളിയിട്ടിട്ട് എന്നോട് വുളു എടുക്കാൻ പറഞ്ഞു. അംഗശുദ്ധി വരുത്തുള്ളൂ നിസ്കരിക്കാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു പോയി നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാത്റൂമിന്റെ വാതിലൊക്കെ നിൽക്കുകയാണ് ഞാൻ, ഇത് ഈ അംഗശുദ്ധി വരുത്തുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചെയ്ത് എന്നെ കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടി. അപ്പോഴൊക്കെ ഞാൻ ചിരിക്കാണ്ടോ, എനിക്ക് വേദന വന്നെങ്കിലും ഞാൻ കരഞ്ഞൊന്നുമില്ല, ഞാനിങ്ങനെ ചിരിക്കാണ്. കാരണം എനിക്കതൊരു കോമഡി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരെ ഖുർആൻ കൊണ്ടുവച്ച് ഞാൻ സൂറത്ത് നിസ എടുത്തിട്ട് മറ്റേ അറ്റിജാല കൗവാമോനാണ് നിസ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, മറ്റേ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് അധികാരം ഉണ്ട് നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് സ്ത്രീകളെ അടിക്കാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുന്ന ഭാഗത്തൊക്കെ പറഞ്ഞ് നിർത്തിക്കള, അങ്ങനെയൊന്നും ഖുർആനിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മദ്രസ മൂലേരെ വിളിച്ച് എന്നിട്ട് നമുക്ക് നോക്കാം ഇത് ഖുർആനിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി നോക്കണം. അപ്പൊ ഉമ്മാക്ക് ചെറുതായിട്ടൊരു വിശ്വാസം വന്ന് ഞാൻ പറയുന്നതിൽ എന്തൊക്കെ കാര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ വീട്ടിലുള്ളവര് ന്യൂട്രലായി തുടങ്ങുന്ന ചർച്ചകളൊക്കെ വരുന്നത്. 2 ദിവസത്തെ ചർച്ച കൊണ്ടാണ് ന്യൂട്രലായത്. പക്ഷെ പിന്നെ ഇത് നാട്ടിലുള്ളവരും മറ്റൊക്കെ അറിഞ്ഞിങ്ങനെ തുടങ്ങുമ്പോ ഇതിന്റെ റെസ്പോൺസ് പല രീതിയിലാണ്. ഇന്നെ അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിൽ ആദ്യം ആരും വന്നില്ല. ആദ്യം ചെയ്തെന്ന് വെച്ചാൽ ഡോഗ് വിസ്ലിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കുക ചെയ്യും. അതായത് ഒരിക്കൽ ഒരു ഉസ്താദുമായിട്ട്, എന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത് കൊടുക്കുമ്പോ വേറൊരു ഉസ്താദ്, എന്റെ ഈ മതനിഷേധം മനസ്സിലായ വേറൊരു ഉസ്താദ് വന്നിട്ട് പറയാണ് ഓൻ നന്നാകാനൊന്നും പോണില്ല, ഓന്റെ ഈമാനൊന്നും തിരിച്ചു വരാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി. അവിടെ മൂപ്പര് നോക്കണ എന്താ വെച്ചാല് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അതവിടെ സംഭവിച്ചില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടാകുന്നത്, ഞാനൊരു പ്രസ്സിൽ ഇങ്ങനെ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് നോമ്പ് കാലത്താണ്. അവിടെ അതേപോലെ തന്നെ എന്റെ മതനിഷേധം മനസ്സിലായ വേറെ ചങ്ങായി, അതിന്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു മൂലർക്കാട്ടിൽ. മൂപ്പര് വന്നിട്ട് മൂപ്പര് പബ്ലിക്കിൽ ഇങ്ങനെ ചോദിക്കാണ്, റഷാൻ എനക്ക് നോൽപ്പുണ്ടോ? ഇജെന്തിനാ നോൽപ്പ് എടുക്കുന്നത്, ഇജെന്തിനാ നിഷ്കരിക്കണം? അപ്പൊ എന്തിനാന്ന് വെച്ചാല് എനിക്ക് വിശ്വാസമില്ല എന്നുള്ളത് അവിടെ ഇരിക്കണം. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട്. എന്തിനാ അറിയിക്കണത്? ഇതൊരു ഡോഗ് വിസ്ലിംഗ് ആണ്. അതൊന്നും നല്ല, ഞാൻ അന്നൊരു നുണ പറയാ ചെയ്തത്. ഞാൻ പറഞ്ഞു നോമ്പ് എടുത്തു എന്ന് പറഞ്ഞു.
അപ്പൊ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു അടി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ആൾ ആദ്യമ പിടിച്ചുകൂടി, നീ എന്തിനാ നോമ്പ് എടുക്കണത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് പോക്കറ്റ് കാലിയാവൂലല്ലോ, ഉച്ചച്ചോറ് ലാഭിക്കാം, വൈകുന്നേരം ചായ ലാഭിക്കാം, അപ്പൊ അത്രയും പൈസ ലാഭമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ തടി വരെ ചെയ്ത്. പക്ഷെ ഇവിടൊക്കെ ഡോഗ് വിസ്ലിങ്ങിനുള്ള സ്കോപ്പാണ് ഇവർ നോക്കുന്നത്. പിന്നെ ഇത് കുറച്ചൊരു ഗൗരവമായി മാറിയത് എപ്പോഴാന്ന് വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി. അപ്പൊ എന്റെ കുടുംബത്തിൽ നിന്നുള്ള ചില ആൾക്കാര് പറയൽ തുടങ്ങി, അവനെ വീട്ടിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, അവനോട് കൂട്ടിടാൻ പാടില്ല, അവനെ കുടുംബത്തിൽ കയറ്റാൻ പാടില്ല, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ ഈ സാധനങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അതായത് ഞാൻ ഏകദേശം 4 വർഷത്തോളം ഇത് ഉള്ളിൽ ഒതുക്കി പിടിച്ച് നടക്കുക. അത് എന്റെ വായിന്ന് വളരെ അപൂർവമായിട്ട് ചാടുന്ന ചില വാക്കുകൾ വെച്ചിട്ടാണ് പലരും എന്റെ മതനിഷേധം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഭയങ്കര മാസീവായിട്ടുള്ള ഒരു അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും അതുവരെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഉണ്ടാകുന്നത് ഈ പറയുന്ന കുടുംബക്കാരുടെ ഉള്ളിൽ കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചെയ്ത പരിപാടിയാണ്. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇത്രയും കാലം ഞാനിത് ഒതുക്കി പിടിച്ച് കൊണ്ടുവന്നത് പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ പക്ഷെ ഇതിലൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഒതുക്കി പിടിച്ച് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴും ഇവരൊക്കെ ഇതിന് എന്താ പറയാ, ഇവരിതിന് ഗൂഢാലോചന നടത്താനൊക്കെ കാരണം എന്താന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റോറികളാണ്. ഈ സ്റ്റോറികളിൽ ഒരിക്കലും ഇസ്ലാമിന് പരിഗണന അല്ല. ഞാൻ ഒരിക്കലും മുഹമ്മദ് നബിനെയോ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിനെയോ ഒന്നും അന്ന് വിമർശിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിരുന്ന സ്റ്റോറികളില് മതരാഹിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മതങ്ങള് ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിലുള്ളതും, പിന്നെ അതേപോലെ മനുഷ്യരായി കാണാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാം വിമർശനവും ഞാൻ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അത് മതിയായിരുന്നു. ഈ ഒരു സംഭവം തന്നെ മതിയായിരുന്നു എനിക്കെതിരെയുള്ള ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരുടെ ഗൂഢാലോചന തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ നേരെ ഇൻഫിഡൽസ് ടീമിനെ കോൺടാക്ട് ചെയ്തു. നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഞാൻ നേരെ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ ചെയ്തു. ആ വീഡിയോ വന്നപ്പോഴാണ് പിന്നെ അടുത്ത പ്രശ്നങ്ങൾ വരുന്നത്. അതായത് വീട്ടിലേക്ക് ഒരു ഉസ്താദും മൂപ്പരൊരു ചിങ്കിടിയും ഒക്കെ കൂടിയിട്ട് കയറി വന്ന്, എന്നിട്ട് ഞാൻ ഇല്ലാത്ത നേരം നോക്കിയാ കയറി വന്ന്, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാണ്, ഉമ്മാനോട് പറയാണ്, എന്താ അവൻ ഇസ്ലാമിക രാജ്യത്തായിരുന്നെങ്കിൽ ഓന്റെ തല വെട്ടി, നേരെ മറിച്ച് ഓനെ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ചങ്ങായി ആയിരുന്നെങ്കിൽ ഓൻ ആ നാട്ടുകാർ തച്ചിനും. ഇത് നമ്മൾ കൊന്നിട്ടില്ല, തച്ചിട്ടില്ല, നമ്മളെ കുഴപ്പമാണത്. നമുക്ക് ഏറ്റവും കുറഞ്ഞ അതായത് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ എന്തായാലും തല വെട്ടല്ലോ. അപ്പൊ തല വെട്ടുന്നില്ല. ഇനിയിപ്പോ വേറെ നാട്ടിലാണെങ്കിൽ തല്ലെങ്കിലും ചെയ്യും. ഇതിപ്പോ അതും ചെയ്യണില്ല. അപ്പൊ പറ്റണില്ല. അപ്പൊ നമ്മളെ നാട്ടുകാരെ പോരായ്മയാണത്. ഏറ്റവും കുറഞ്ഞത് ഓനെ തരുന്ന, ഇതാണ് മൂപ്പര ആവശ്യം. അപ്പോ ഇമ്മ പറഞ്ഞെടുത്ത പടി, നിങ്ങൾ ഓനോട് സംസാരിച്ചോളി. അതില് മൂപ്പര് പറഞ്ഞു, ഓനെ മനുഷ്യനെ കുഴക്കണ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഓനോട് വർത്താനം പറയാൻ പറ്റില്ല. ഞാനില്ലാത്ത നേരം നോക്കിയിട്ട് അയാൾ പറഞ്ഞത്, അയാളെ ചിങ്കിടി കൂടിയിട്ട്. എന്നിട്ട് പിന്നെ ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ ഇയാളിന്റെ കുടുംബക്കാരെ ഓരോരുത്തരെ സംഘടിപ്പിക്കാണ്. എന്ത് പറഞ്ഞിട്ട്, എന്താ ഓനിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഓൻ ഇത് പറയാണ്, നമുക്ക് ഓനെ കുടുംബത്തിന് പുറത്താക്കണം, പെരേന്ന് പുറത്താക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ എന്റെ കുടുംബക്കാരെ സംഘടിപ്പിക്കാണ്. പക്ഷെ അത് പ്രശ്നം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എന്റെ വേറൊരു എളാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കുട്ടിയാണ്, അപ്പൊ നമ്മളെ കുട്ടീനെ നന്നാക്കാന് നമ്മൾ പുറത്തുനിന്ന് ആളെടുക്കണില്ല, അത് നമ്മക്കന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളെ വെല്ലൺ ഔട്ടാക്കി ഈ മൂലാരെ. എന്നിട്ട് പിന്നെ കുടുംബത്തിലെ കുറച്ച് പ്രധാനികൾ നേരിട്ട് വരിക ചെയ്തിട്ടുണ്ട്. അവർ പക്ഷെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ല. അവർ നേരെ വന്നിരുന്നു, എന്നോട് കുറെ സംസാരിച്ചു. അപ്പൊ അതിൽ കൂട്ടത്തിലൊക്കെ കാരണവരായിട്ടുള്ള എന്റെ വല്യപ്പാന്റെ അനിയനുണ്ട്. ആള് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണത്, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, എന്തൊക്കെ പറഞ്ഞാലും നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഏതൊരു സിനിമയിലുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ എന്തൊക്കെ പറഞ്ഞാലും നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഡിലീറ്റ് ചെയ്താലും പോരാ, ഞാൻ മാപ്പ് പറയണം. ആരോടും, നാട്ടുകാരോടും എല്ലാരോടായിട്ട് ഞാൻ മാപ്പ് പറയണം. ഞാൻ പറഞ്ഞ രണ്ടും നടക്കില്ല. മാപ്പും പറയില്ല, വീഡിയോ ഡിലീറ്റും ചെയ്യില്ല. അതവിടെ കിടക്കും. പിന്നെന്ന് പറഞ്ഞാല് ഒരു കാര്യങ്ങൾ മനസ്സിലാച്ചാൽ, RSSകാര് വന്ന് പെരി കയറിയിട്ട് നിങ്ങളോട് പറയാണ് ഹിന്ദുമതം സ്വീകരിക്കുന്നു പറയാണ്, നിർബന്ധിക്കാണ്, നിങ്ങളോട് ജയ് ശ്രീറാം വിളിക്കാൻ പറയാണ്. നിങ്ങൾക്ക് അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യാം? അതേപോലെ തന്നെയാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അതില് പിന്നെ ഓൽക്ക് പിന്നെ ഒന്നും പറയാം. പിന്നെ ഞാൻ പറഞ്ഞ് എന്നോട് പിന്നെ ഇങ്ങനെ ചോദിച്ചു, ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എങ്ങനെ കാണുന്നത്, അതൊക്കെയാണ് ഓരോ കൺസേൺ. കുടുംബ ബന്ധങ്ങൾക്ക് അത് കുഴപ്പം. അപ്പൊ എന്നോട് ചോദിച്ചു, എത്തീസ്റ്റ് ആണോ അഗ്നോസ്റ്റ് ആണോ? അല്ല, അങ്ങനെയല്ല ചോദിച്ചത്, നീ നിരീശ്വരവാദി അല്ലേ, അങ്ങനെ ചോദിച്ചത്. നിരീശ്വരവാദി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഇന്നും ഒരു കംപ്ലീറ്റ് നിരീശ്വരവാദി അല്ലേ.
അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ അഗ്നോസ്റ്റാ. അതിൽ എന്നോട് ചോദിച്ചു അതെന്ത് അഗ്നോസ്റ്റ്? ഞാൻ പറഞ്ഞു, അത് അതെന്ത് ചതനം? ആജ്ഞേയവാദം. അതെ, അത് ഞാൻ ആജ്ഞേയവാദം എന്ന് പറയും. അതായത് ദൈവം എന്നൊരു സാധനം, അത് ദൈവം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ വിവേകമുള്ള ഒരു ശക്തി, അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കെന്നല്ല, ഈ ലോകത്തുള്ള ഒരു മനുഷ്യന് അതിനെ പറ്റിയിട്ട് ഒരു തേങ്ങ അറിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓരോന്നും പറയുന്നത്. അപ്പോ അതാണ് എന്റെ നിലപാട് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ എത്തിയിസ്റ്റ് ആണ്. ഏത് രീതിയില്? ഈ ലോകത്ത് ഇപ്പോഴുള്ള മതങ്ങളും വേദങ്ങളും ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ദൈവങ്ങളല്ല എന്നതിന് എന്ന കാര്യത്തിൽ ഞാൻ എത്തിയിസ്റ്റ് ആണ്. അത് ദൈവങ്ങളല്ല എന്നും ആ ദൈവങ്ങളൊന്നും ഇല്ല എന്നും എനിക്ക് 100% ഞാൻ പറഞ്ഞു തരുന്നു. അപ്പൊ പിന്നെ ഈ ആജ്ഞേയവാദം ഒരു ടേം കിട്ടിയതോട് കൂടിയിട്ട് ഇവർക്ക് പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതോട് കൂടിയിട്ട് എന്നായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് അവര് പോയത്. പിന്നെന്ന് പറഞ്ഞാല് അതായത് എനിക്ക് ഒന്നറിയും മതപരമായി പഠിച്ചതുകൊണ്ടും കുടുംബപരമായ ചില പ്രിവിലേജുകൾ ഉണ്ടായതുകൊണ്ടും ഒക്കെ എന്താ എനിക്ക് അത്രയധികം ഫിസിക്കൽ അറ്റാക്ക് ഒന്നും അത്രക്ക് വരുന്നില്ല. പകരം ചില ഭീഷണിയുടെ സ്വരത്തിലുള്ള ചില സാധനങ്ങളാണ്. ഇപ്പൊ എന്റെ ഒരു കുടുംബക്കാരനായിട്ടുള്ള എന്റെ ഒരു ഉസ്താദൊക്കെ ആയിട്ടുള്ള ഒരു എളാപ്പയാണ് പിന്നെ വിളിച്ചത് എന്നെ. ആള് വിളിച്ചിട്ട് എന്നോട് പറയാണ്, അതായത് എന്റെ വല്യുപ്പാന്റെ അനിയന്റെ വേറൊരു അനിയന്റെ മകനാണ് ഇയാൾ. അപ്പൊ മൂപ്പരിനെ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ആദ്യം മൂപ്പരിനോട് ചോദിച്ചാൽ എന്താ വെച്ചാല് ഇജ് പറയും. അപ്പൊ എനിക്കാണെങ്കിൽ തർക്കിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് അല്ല നമ്മള് പറഞ്ഞാൽ ശരിയാവില്ല. എന്നോട് ഇജ് പറയും, എന്തിനാണെങ്കിലും ഞാൻ ഉത്തരം തരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതോട് കൂടിയിട്ട് ആദ്യം കുറെ ന്യായീകരിച്ച് കുറിച്ച് കാരണം എന്റെ എല്ലാ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം തരാനാ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷെ എന്റെ ഉസ്താദിന് കഴിയും. മറ്റേ ഇതുണ്ടല്ലോ എന്റെ ഡാഡി തെറിഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എന്റെ ഉസ്താദിന് മറുപടി പറയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എജിന്റെ ഉസ്താദിന്റെ അടുത്ത് വരണം. ഈ ഉസ്താദ് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ യഹ്യാ സുന്നിയിലാണ്. എന്നെ പഠിപ്പിച്ച ഉസ്താദ്, ഈ ഉസ്താദ് ഏപ്പിക്കാരനാട്ടോ. അപ്പൊ മൂപ്പർ ഉസ്താദ് സ്വാഭാവികമായിട്ട് ഏപ്പിക്കാരനാണ്. അപ്പോ ഈ ഏപ്പിക്കാരൻ പ്രധാന മതപഠന കേന്ദ്രമാണ് യഹ്യാ സുന്ന എന്ന് പറയാം. ഈ യഹ്യാ സുന്നിക്ക് ആണ് ക്ഷണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് വരൂല, കാരണം എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. അപ്പൊ എന്നോട് മൂപ്പർ ഞാടാ നമ്മൾ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു, നല്ല ബന്ധമൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാൻ മതം വിട്ട ഒരാളാണ്, നിങ്ങളൊരു മതവിശ്വാസിയാണ്, മതത്തിൽ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തില്ല, എനിക്കുള്ള വിശ്വാസം അപ്പൊ എന്നോട് അതൊന്നായിക്കോട്ടെ ഒരാളെ കൂടി കൂട്ടിക്കൊന്നു. അപ്പൊ കൂട്ടിക്കൊന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പം കൂട്ടിയത് നമ്മളെ ഓട്ടോഡൈഡ് ആക്ഷനാണ്, നമ്മളെ നല്ല ഇൻട്രസ്റ്റ്. ആളാ. അതെ, ഞാൻ ആളെയും കൂട്ടിട്ട് പോയി. ആളെയും കൂട്ടി പോയിട്ട് നല്ല ഉഷാറായി ചർച്ച ചെയ്തിട്ട് ഓലൊന്ന് പൊരിച്ചെടുത്തിട്ട് ആണ് പിന്നെ നമ്മള് പോരുന്നത്. അപ്പൊ പക്ഷെ അപ്പൊ എന്നോട് എളാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ആ ചർച്ചക്ക് വന്നിട്ട് നിനക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യൂല എന്ന് എന്നോട് പറഞ്ഞു. അത് ആള് വാക്ക് പാലിച്ചു കേട്ടോ. പിന്നെ എന്നെ ശല്യം ചെയ്തില്ല. കാരണം അന്നത്തെ ആ ചർച്ചയില് ഞങ്ങളുടെ ബാലിശമായ സംസാരം കൊണ്ടല്ല, പകരം അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സംസാരങ്ങളിൽ ഞങ്ങൾ പറയുന്നതിൽ പല ശരികളും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അവർക്ക് അത് ഡിഫീറ്റ് ചെയ്യാനും പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടൊക്കെ എന്താ പിന്നെ ഇതിമ്മ വണ്ടി എടുത്ത് കൂടിയില്ല. നേരെ അപ്പൊ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഈ രീതിയിലാണ് എനിക്കുള്ള അറ്റാക്കുകൾ. പിന്നെ അതേപോലെ ഈ ഉസ്താദ് ഉണ്ടല്ലോ, ഇത് എന്റെ വീട്ടിലേക്ക് വന്ന ഒരു ഉസ്താദിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആള് പിന്നെ ചെയ്തൊരു പരിപാടി, ആള് ചെയ്തൊരു പരിപാടി ഉണ്ട്. ആളിന്റെ അയൽപ്പക്കത്ത് എല്ലായിടത്തും പോയിട്ട് അവിടെ ചെന്നിട്ട് എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെയും അതുപോലെ വയസ്സന്മാരായ ആൾക്കാരെയും പിന്നെ തല്ലാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ടീമിനെ ഉണ്ടാക്കാണ്. കുടുംബക്കാരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ കൂട്ടി തല്ല, അതാ പരിപാടി. എന്നിട്ട് എന്താ പറയണെന്നറിയോ, ഇതൊക്കെ ഞാൻ അറിയുന്നത് എങ്ങനെ വെച്ചാൽ എന്റെ വേറൊരു ബന്ധു എന്നെ വിളിച്ചിട്ട് പറയാണ്, എന്താ എന്റെ ഒരു കസിൻ സിസ്റ്ററെ മകളുണ്ട്, ആ മകള് വിളിച്ചിട്ട് പറയാണ് കാക്ക എന്താ കാട്ടി വെച്ചിരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ വിഷയങ്ങൾ പറയണം. അപ്പോഴാണ് ഞാൻ അറിയണത് ഈ സംഭവമൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ പറയാണ്, ഈ മൂലയാർ ഓരോ വീട്ടിൽ ചെന്നിട്ട് പറയണം റവിശാനെ നമുക്ക് പിടിച്ചു കെട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവനെ പിടിച്ചു കെട്ടിയിട്ട് കാലേരടുത്ത് കൊണ്ടുപോകണം. അതായത് നാട്ടിലത്തെ വലിയ പള്ളിക്കത്തെ വലിയ മൂലയാരടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോ ടോയ്ലറ്റിലാണെങ്കിലും ഒരു തുണി പോലും ദേഹത്തില്ലെങ്കിലും നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യരുത്. വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് പ്രിഫർ ചെയ്യുന്നത് തുണി പോലും ദേഹത്തില്ലാത്തതായിരിക്കും ഉസ്താദ് പ്രിഫർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ്. അതെ അതെ അതെ. അപ്പൊ പറയണെന്ന് വെച്ചാല് എന്താ അങ്ങനെ തന്നെ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് വലിയ മൂലരത്ത് കൊണ്ടുപോയിടണം. എന്നിട്ട് വലിയ മൂലർ എന്ത് ചെയ്തോളൂ, ഓനെ നന്നാക്കി കൊടുക്കും എന്നും പറഞ്ഞിട്ട് ഇയാള് പ്ലാൻ ചെയ്യാണ്, ഗൂഢാലോചന നടത്താണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു, ഈ വലിയ മൂലരായിട്ടാണെങ്കിലും വേറെ ആരുമായിട്ടാണെങ്കിലും ഞാൻ ചർച്ച നടത്താൻ തയ്യാറാണ്, പക്ഷെ അത് പബ്ലിക് ആയിട്ടായിരിക്കണം, രഹസ്യമായിട്ടല്ല.
പൊതുജനങ്ങൾക്ക് മുമ്പ് വെച്ചിട്ടുള്ള ഈ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറയണത് ഞാൻ കേൾക്കും, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കും. അങ്ങനെ പരസ്പരം ഒരു ആശയ കൈമാറ്റം നടക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. പക്ഷെ അതിനെ തുടർന്നാണോ എന്ന് അറിയില്ല. ഇത് കഴിഞ്ഞ ഉടനെ ഈ വല്യ മൂലയാര് പറഞ്ഞു, റൈഷാന്റെ കാര്യവും മറ്റേ മൂലയാര് പേര് പറഞ്ഞിട്ട് പറഞ്ഞു അയാളെ കാര്യവും ഇവിടെ ആരും ഇനി കൊണ്ടണ്ട, ഓനങ്ങോട്ട് കൊണ്ടുവരും വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്തു, മൂപ്പര് കൈ ഒഴിഞ്ഞു. അതോട് കൂട്ടിയിട്ട് ഞാൻ എന്തായി, ഞാന് ഏറെക്കുറെ സേഫായി എന്ന് പറയാം. അങ്ങനെയാണ് എന്റെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വലിയ മൊയിലിയാരും കുട്ടി മൊയിലിയാരും നിങ്ങളെ ശിങ്കിടിയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ അതെ. ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെന്ന് പറഞ്ഞാല് പിന്നെന്തായാലും സംഭവം, ഞാൻ ട്യൂഷൻ സെന്ററിൽ 2-3 വർഷം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ചില ആളുകള് മാനേജ്മെന്റിനെ അങ്ങനെ ഇടക്കിടക്ക് ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റൈസാൻ അവിടെ യുക്തിവാദം പഠിപ്പിക്കണ്ടില്ലേ, നിരീശ്വരവാദം പഠിപ്പിക്കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് മാനേജ്മെന്റിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇതൊക്കെ ഇവര് വാച്ച് ചെയ്യുന്നുണ്ട് പലരും, എന്നാല് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ആരോപണം, നാട്ടിലിന്റെ ഒരു കസിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് എന്താ, ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് മതം ഉപേക്ഷിച്ചതാണ്. സംഘി ഫണ്ട് ആരോപണം ഒക്കെ എനിക്കെതിരെ നാട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള മെയിൻ ഉപദ്രവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ നേരിട്ട് പിന്നെ അതേപോലെ ലീഗുകാരനൊക്കെ വഴിക്ക തടഞ്ഞു നിർത്തിക്കാണ്ട് എന്നോട് ചോദിച്ചു എന്താണ് എന്താ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഫുള്ള് റോങ് മൂഡ്. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് സംസാരിക്കാം. പക്ഷെ അപ്പൊ മൂപ്പര് പേടിച്ചു. മൂപ്പര് പറഞ്ഞ ഞാൻ എന്റെ മാർഗത്തിക്കൊന്നും വരില്ല. ഞാൻ പറഞ്ഞു അല്ല, വരേണ്ട ആവശ്യമല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങട്ട് ഇതാക്കാം, ഞാൻ പറയുന്നത് എന്താന്ന് എനിക്ക് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പേടിച്ചു. അപ്പഴാ മൂപ്പര് പേടിച്ചേ. മൂപ്പര് പറഞ്ഞ് അല്ലെ അടിക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ മൂപ്പര് പറഞ്ഞു എന്നാ നമുക്കൊരു കൈ നോക്കാം. പക്ഷെ ഈ ഒരു ഐഡിയോളജി കേൾക്കാന്നാണെങ്കിൽ വേണ്ട, അത് പറ്റൂല. മൂപ്പര് പറഞ്ഞ് വേണ്ട, ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അല്ലേ അങ്ങനെ ഒരു എന്താ പറയാ വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങനെ പോയി എന്ന് പറയാം. എന്റെ കാര്യത്തില് ഭയങ്കര ഫിസിക്കൽ ഹാം ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അതിന്റെയൊക്കെ കാരണം ഒരു പക്ഷേ ഇതാണ്, അതെന്റെ കുടുംബപരമായിട്ടുള്ള പ്രിവിലേജ്, അതുപോലെ പഠന സംബന്ധമായിട്ട്, അതായത് അനക്കെന്താ അറിയാന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കിട്ടിയ എനിക്കെന്താ അറിയാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ചോദ്യം ഇല്ല, അനക്കെന്താ അറിയാന്നുള്ള ചോദ്യം ഇല്ല. പിന്നെ അതേപോലെ കുടുംബപരമായിട്ടുള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടെടുത്ത് വെച്ചിട്ട് അടിക്കുന്ന പരിപാടിയില്ല. കാരണം നാട്ടിൽ വെച്ചിട്ട് ഇപ്പൊ അടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചിലപ്പോൾ ഗോത്രബോധം ഉണരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിനെ ഒന്ന് തൊട്ടിട്ടുണ്ട്, കഴിഞ്ഞു, പിന്നെ അതോട് കൂടിയിട്ട് അവിടെ ആകെ അടിയായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ സേഫ് ആണെന്നപ്പോ പറഞ്ഞു. ഓക്കെ. ഇനിയും അങ്ങനെ സേഫായി തുടരാൻ പറ്റട്ടെ. കാരണം ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് കുട്ടിസ്താദും വല്യുസ്താദും അവരെ ചിങ്കിടികൾക്കൊക്കെ ചിലപ്പം കലിയെടുക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അന്യ സ്ത്രീയുടെ കൂടെയാണ് ഇരുന്ന് വർത്താനം പറയണേ. അത് ശരിയല്ലേ, അത് ശരി. അപ്പൊ ചിലപ്പോ കുരുവട്ടം ചാൻസ്. പക്ഷെ എന്റെ ഉസ്താദ്മാരായിട്ടുള്ളവരൊക്കെ പിന്നെ എപ്പോഴും ഈ വർത്തമാനം പറയട്ടെ, അനക്കെന്താ അറിയാ, ഈ വർത്തമാനം എപ്പോഴും പറയും. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു മൂല്യർ സുഹൃത്തിനോട് ഞാൻ ചില വിഷയങ്ങൾ സംസാരിച്ചിട്ട് തഫ്സീറുകളിൽ ഇങ്ങനെയൊക്കെ പറയണ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോ ഓൻ പറയണ എന്താ അറിയോ, ആ തഫ്സീർ നിങ്ങൾ വേറെ മൂല്യന്മാരെടുത്ത് ഓതിയതല്ലല്ലോ. ഞാൻ പറഞ്ഞു വേറെ മൂല്യന്മാരെടുത്ത് ഓതിയതാണെങ്കിലും അല്ലെങ്കിലും ഈ സാധനത്തിൽ ഞാൻ ഈ പറയുന്ന സാധനമല്ലേ ഉള്ളത്, അതല്ലാത്തൊരു അർത്ഥം ഉണ്ടെങ്കിൽ വെച്ചോണ്ടാന്ന് പറഞ്ഞപ്പോ അതുപോലെ പറ്റൂല. പിന്നെ നമ്മളിത് മൂല്യന്മാരെടുത്ത് വേറെ മൂല്യന്മാരെടുത്ത് ഇങ്ങനെ ഓതി പഠിക്കണം, എന്നാലേ ഓടി. അതാണ് കാരണം. എന്താന്ന് വെച്ചാൽ ന്യായീകരിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ഇവരുടെ ഇഷ്ടമുള്ള മൗല്യമാരും ഇഷ്ടമുള്ള തഫ്സീർ ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ സമയത്തിന് മാറും. ഒരു സമയത്ത് ഇവരുടെ ഫേവറേറ്റ് ഇബ്നു കസീർ ആവും, പിന്നെ ഇവരുടെ ഫേവറേറ്റ് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവരിങ്ങനെ ഇവരുടെ ഹദീസ് വെളുപ്പിക്കാൻ ആളാണോ ഏറ്റവും ഉത്തമം അതിനനുസരിച്ച് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഉണ്ടാവില്ല. അത് ഞാൻ ഇവരുടെ അടുത്ത് നോട്ടീസ് ചെയ്ത സ്ട്രാറ്റജിയാണ്. നമ്മളൊരു ഒരു കാര്യത്തില് ഒരു സംഗതി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 5-6 തഫ്സീർ വെക്കേണ്ടി വരും. ഒറ്റ തഫ്സീർ കൊണ്ട് കാര്യമില്ല. 5-6 തഫ്സീറെങ്കിലും വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ വേറൊരു ഒരു രസകരമായ സംഭവം, ഇപ്പൊ ജമ്പിങ്ങിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ആയിഷ വിവാഹത്തില് ആയിഷന്റെ പ്രായം 9 വയസ്സാണ് എന്താ ഇവര് ഈ കൺസുമേറ്റ് ചെയ്യുമ്പോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഈ സംഗതി പറയുന്ന സമയത്ത് ഇവര് 18 ആയിഷന്റെ പ്രായം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് ചരിത്രപരമായിട്ടുള്ള തൊബിരി പോലുള്ള ചരിത്രപരമായ കുറെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടാണ് ഈ 18 പ്രായം 9 പ്രായം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവരാം. എന്നാൽ ഇതേ സാധനം ഇവര് എവിടെ എടുക്കൂല എന്നറിയോ? സെയ്ദിന്റെയും സൈനബിന്റെയും ഇതുണ്ടല്ലോ സംഭവം അല്ലേ, മറ്റേ ദത്ത് സമ്പ്രദായത്തിന്റെയും പിന്നെ സൈനബിന്റെ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവരെടുക്കില്ല. കാരണം അവിടെ എടുത്തു കഴിഞ്ഞാല്
എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ ഇസ്ലാം വിമർശിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ളൊരു നെഗറ്റീവ് കിട്ടുന്നുള്ളതുകൊണ്ട് അവിടെ വല്ല എടുക്കില്ല. അവിടെ ഹദീസും ആയത്തും മാത്രം എടുക്കുള്ളൂ, ചരിത്രം എടുക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജമ്പ് ചെയ്യണ പരിപാടി സ്ഥിരാണ്. അതെ അതെ. പിന്നെ എനിക്ക് റഷാനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊരു ചോദ്യം വെച്ചാൽ, റഷാൻ 25 വയസ്സ് വരെ ദർസി പഠിച്ചു. അപ്പൊ ദർസിനെ കുറിച്ച് നമ്മൾ പൊതുവെ എപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നതാണ്, ഇങ്ങനെ ഒരുപാട് ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നു, ഒരുപാട് ആൺകുട്ടികൾക്കോട് പ്രശ്നമായിരുന്നു, മെന്റൽ ട്രോമയിലോട്ട് പോകുന്നു, സൂയിസൈഡ് ചെയ്യുന്നു, ഒരുപാട് ന്യൂസ് നമ്മൾ പുറത്ത് അറിയുന്നില്ല. സോ ഇത് ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഒക്കെ എന്തുകൊണ്ടായിരിക്കും ദർസിൽ ഇത്രയും കൂടാനുള്ള ചാൻസ്? അതിന്റെ എക്സ്പീരിയൻസസ് റഷാൻ ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും റാമ്പന്റ് ആയിട്ട് ഈ ഒരു കൾച്ചർ നിലനിൽക്കുന്നത്? ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിനോടൊന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാ വെച്ചാല്, എന്റെ സഹപാഠി എന്ന് പറയുമ്പോ ഓന് അന്ന് എനിക്കൊരു 21-22 വയസ്സായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അവനൊരു 16-17 വയസ്സ്. കാരണം ഞാൻ ദർസിലേക്ക് പോകുന്നത് +2 കഴിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ഏജ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ +2 സമയം വരെയും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ നാട്ടിലുള്ള ദർസുകളാണ്, നാട്ടു ദർസായിട്ടും നാട്ടിലെ മദ്രസയായിട്ടും അങ്ങനെ അങ്ങനെ പഠിക്കും. ഒരു ദർസായിട്ട് പഠിച്ചു തുടങ്ങുന്നത്, ദർസ് മാത്രമായി പഠിച്ചു തുടങ്ങുന്നത് +2 ശേഷം. അപ്പോ അതുകൊണ്ടാണ് ഈ ഏജ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഈ 16-17 വയസ്സുള്ള അവനോട് എനിക്ക് മനസ്സിലായി ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് തമ്മിൽ ഈ പറയുന്ന കുട്ടികൾ തമ്മിൽ ഈ ഇസ്ലാം നിഷിദ്ധം എന്ന് പഠിപ്പിക്കുന്ന ആ സെയിം പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവനോട് ഈ കുട്ടിനോട് ചോദിച്ചു, അല്ല ചങ്ങായി, ഇതൊന്നും പറയാം, എങ്ങനെയാണ് ഈ സംഭവം, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തമ്മിൽ ഇങ്ങനെ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ചെറുപ്പം മുതൽ ഈ ഒരു പ്രായത്തിന് വരെ നിങ്ങള് ലേഡീസിനൊക്കെ കാണുന്നില്ലേ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ ഇവൻ 5ാം ക്ലാസ് മുതൽ ദർസ് പഠനം തുടങ്ങി വെച്ചത്. അപ്പോ ഈ ഒരു ചെറിയ കുട്ടിയായത് മുതലേ ഞങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിലാണ്, ഈ ഒരു കുട്ടികളൊപ്പം ഫുള്ള് ആൺകുട്ടികളായിട്ടാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആണ് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിത് ചിന്തിക്കാൻ തന്നെ കഴിയണില്ല, എനിക്കിത് ചിന്തിക്കുന്ന സമയത്ത് ഒരു അറപ്പ് പോലെ തോന്നുന്നത്. പിന്നെ എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ മെയിൻ കോറ്. അപ്പൊ ഓൻ പറയണത്, ഇത് അറപ്പ് തോന്നാത്തതും ഇത് ചെയ്യാൻ തോന്നുന്നതും അതൊരു പ്രഷറായിട്ട് കിട്ടുന്നതൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഓൻ അന്ന് എന്നോട് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കുട്ടികൾ തമ്മിൽ അങ്ങനെ സംഭവം. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇതിൽ ഈ ഒരു സാധനം പഠിച്ചു വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ജൂനിയേഴ്സിനെ ഇതില് പെടുത്തുന്ന സമയത്ത്, അവരെ ഇതിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഈ പറഞ്ഞ ട്രോമകളും കാര്യങ്ങളും. ഇതിങ്ങനെ ഒരു പാരമ്പര്യ കലയായിട്ടാണ് പല ദർസകളും നിലനിൽക്കുന്നത്. പല ദർസകളിലും ഇങ്ങനെ എന്ത് ചെയ്യാണ്, സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഇങ്ങനെ ഉപദ്രവിക്കും, ആ ജൂനിയേഴ്സ് പിന്നുള്ള ജൂനിയേഴ്സിനെ ഉപദ്രവിക്കും. ഇങ്ങനെ ഇപ്പോ ദർസില്, ഞാൻ പഠിച്ചൊരു ദർസില് ഒരിക്കൽ എനിക്ക് തോന്നി ഇത് കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഞാനൊരു ദിവസം എല്ലാ വ്യാഴാഴ്ചകളിലും ഒരുവിധം ദർസുകളിലൊക്കെ പ്രസംഗ പരിശീലനം ഉണ്ടാവും. സാഹിത്യ സമാജം എന്നാ പേര് പറയാം. എന്നിട്ട് അതിൽ ആ പരിപാടിയിൽ വെച്ചിട്ട് പാട്ടും പ്രസംഗവും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു കുട്ടികളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും പറയാനില്ല, ആർക്കും എന്താ പറയാ, നിങ്ങൾ ആരും കേൾക്കാനില്ല, നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയൂല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയും, പറഞ്ഞ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും. ഞാൻ പറഞ്ഞ സമയത്ത് ചില കുട്ടികൾ രഹസ്യമായിട്ട് ഞാൻ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്, ഉസ്താദിനോടും പോലും പറയരുത്, പക്ഷേ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിനോട് പറഞ്ഞു. ഉടനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെന്നിട്ട് പിന്നെ അടുത്ത ആഴ്ചത്തെ സമാജത്തില് ഏകദേശം ഒരു മണിക്കൂർ, സാധാരണ 20 മിനിറ്റ് ഒക്കെയാണ് പ്രസംഗിക്കാൻ അനുവദിക്കുക, ഞാൻ അന്ന് 1 മണിക്കൂർ വേറെ ഒരുത്തരും ഞാൻ സംസാരിക്കാൻ അനുവദിച്ചില്ല. ആ 1 മണിക്കൂർ നിന്ന് ഞാൻ പ്രസംഗിച്ചത് ഈ പരിപാടിക്കെതിരെ. പിന്നെ അതിനുശേഷം പിന്നെ ഈ കുട്ടികൾക്ക് അധികം പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ് ആ കുട്ടികൾ പിന്നെ എന്നോട് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ പിന്നീട് എന്നോട് ഈ കൂട്ടത്തിൽ സീനിയേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി എന്നോട് ഒരിക്കൽ പറഞ്ഞു, എന്നെ മൊല്ല എന്നാണ് ഓ വിളിച്ചത്, ഓനെ അങ്ങനെ വിളിക്കുന്നതിന് പിന്നെ ഇഷ്ടം, അപ്പോഴും ഞാൻ ഓർക്കണം. അപ്പൊ എന്നോട് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, മൊല്ലേ അന്ന് ഇജ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഉപദ്രവിക്കപ്പെട്ട അബ്യൂസ് ചെയ്യപ്പെട്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു ഒരു സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്, അവനൊരു രാത്രിയില് ഈ ദർസിന്റെ മുകൾ നിലയിൽ ഉസ്താദിന്റെ കണ്ണെത്തൂല, ഉസ്താദ് താഴത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോ ഉസ്താദിന്റെ കണ്ണെത്തൂല എന്ന് ഇവർക്ക് തോന്നിയ മുകളത്തെ നിലയിൽ ഒരു മൂലയിൽ വെച്ചിട്ട് സീനിയേഴ്സ് 2 പേര് ഈ രീതിയിൽ ചെയ്യുന്നത് കണ്ടപ്പോ അത് അവൻ കാണാണ്. ചെറിയ കുട്ടി, അവൻ 6ലോ 7ലോ പഠിക്കണം. ആ സമയത്ത് അവൻ അടുക്കളയുണ്ട് കേട്ടോ, മുകളിൽ അടുക്കള ഉണ്ട് മുകളിലത്തെ നിലയില്. അപ്പൊ ഈ അടുക്കളയിലേക്ക് അവൻ കയറി ചെല്ലുമ്പോ അടുക്കളന്റെ ഒരു മൂലയിൽ വെച്ചിട്ട് ഈ കുട്ടികൾ തമ്മിൽ ചെയ്യുന്നത് കണ്ട് പകച്ചു നിൽക്കുകയാണ്. ചെറിയ കുട്ടിയല്ലേ.
പക്ഷെ അത് അവര് കണ്ടു ഇവനെ. അപ്പൊ അതോടുകൂടിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിട്ട് അവനെ ഇവര് യൂസ് ചെയ്യാൻ. ആ ഒരു രാത്രി അവന്റെ ലൈഫ് മാറി എന്നാണ് പറഞ്ഞത്. അതോട് കൂടിയിട്ട് പിന്നെ ഈ സീനിയേഴ്സ് ഇവനെ യൂസ് ചെയ്യാണ്. പക്ഷെ അവൻ പേടിച്ചിട്ട് ഇത് ആരോട് പറയണില്ല, വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് പറയണില്ല. അവൻ പിന്നെ പിന്നീട് അവനൊരു സീനിയറായി മാറും വരെയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന് മറ്റുള്ളവരെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്നോട് ഒരിക്കൽ വേറൊരു കുട്ടി കംപ്ലൈന്റ് പറഞ്ഞു, പള്ളി കമ്മിറ്റിയിലുള്ള ആളെ യൂസ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞത്, ഇതിലൊന്നും ശരിക്കും നിയമപരമായ ഒരു നടപടി എനിക്ക് എടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഭയങ്കര അമർച്ചയും ദേഷ്യമൊക്കെ എന്നോട് തന്നെ ഉണ്ട്. പക്ഷെ അതിൽ എനിക്ക് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ആ സമയത്ത് ഞാൻ നടപടികൾക്ക് എന്തെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാല് ഇവരെല്ലാരും എന്നോട് പറയുന്ന കാര്യം, ഈ കുട്ടികൾ എന്നോട് തുറന്നു പറയുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞ കാര്യം, ഒരിക്കലും ഇത് ഉസ്താദ് അറിയരുത്, ഒരിക്കലും ഇത് പുറത്ത് ഞങ്ങളാണെന്നുള്ളത് അറിയരുത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതോടുകൂടി അവർ നശിച്ചു, അവർ പിന്നെ ചത്താ മതി എന്നുള്ള ഒരു തോന്നലാണ് ഒരിക്കലും. അപ്പൊ പിന്നെ ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പുറത്ത് പറയാതിരുന്നത്. ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്നെ കൊണ്ടാകും ഇത് സോൾവ് ചെയ്യാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിലുള്ള ആള് ദ്രോഹിക്കുന്നുണ്ട്, ഈ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു വർത്തമാനം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ദർസിലുള്ള കുട്ടികൾ ഞാൻ റഷാ മൗലിയാരെന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇത് അയാൾ ഇനി വിളിക്കുമ്പോ നീ പറയണം ഈ വിഷയം റഷാ മൗലിയാരാ പറയണം. അപ്പൊ അവൻ അതേപോലെ തന്നെ ചെയ്തു. റഷാ മൗലിയാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോട് കൂടിയിട്ട് അയാൾ പിന്നെ എന്നെ കാണുമ്പോ വല്ല പിന്നെ ഉണ്ടായിട്ടില്ല, ഈ സംഭവം അവൻ ഈ ഉപദ്രവം പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പല നിലക്ക്, ഇത് ദർസിലെ കുട്ടികൾ തമ്മിൽ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഇത് ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോ അവരെ ഈ രീതിയിൽ ചാപ്പടിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. അത് ദർസിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ രീതിയിൽ അവൈലബിൾ ആണെന്നുള്ളൊരു തോട്ട് നാട്ടിലെ പല ഞരമ്പന്മാർക്കുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കമ്മിറ്റിക്കാരായിട്ടുള്ള പള്ളിയിൽ സ്ഥിരമായി വരുന്ന ചില ആളുകള്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, മറ്റേ കടകളില് ഇങ്ങനെ ഇവർ പോകുന്ന സമയത്ത് ഹോട്ടലിലൊക്കെ, ഈ പള്ളി ദർശനോട് അടുത്തുള്ള ഹോട്ടലുകളിലോ കടകളിലോ പോണ സമയത്തൊക്കെ അവരുടെ തുടകളിലേക്കും മറ്റും നേടുന്ന കൈകളെ കുറിച്ച് ഇവർ പല തവണ എന്നോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ് ഈ സീനിയേഴ്സിന് ഉപദ്രവം. പിന്നെ അതേപോലെ ഒരു കുട്ടി പറഞ്ഞ അനുഭവം എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അവനെ പഠിപ്പിച്ച മുദരിസ് തന്നെ അവനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി പറഞ്ഞു. ഞാൻ ആകെ എന്താ പറയാ, വല്ലാതെ വല്ലാത്ത അവസ്ഥയിലായി പോയി ആ സമയത്ത്. കാരണം പഠിപ്പിക്കുന്ന ഉസ്താദ് തന്നെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് എത്രമാത്രം ഇതാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും ചെയ്തു, പകല് പടച്ചോന്റെ കിതാബും അന്തിക്ക് ചെയ്ത്താന്റെ പണിയാണല്ലേ എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു ഇവനോട്. എന്നിട്ട് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ചില ദർശകളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇത് ചില ആളുകളോട് നമ്മൾ പറയുമ്പോൾ, ചില ഉസ്താദ്മാരോടൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ആ ഉസ്താദ്മാർ പറയുന്നത് അതൊക്കെ എവിടെ ഇല്ലാത്തത്, അവരിതിനെ നോർമലൈസ് ചെയ്യാണ്, അത് എവിടെ ഇല്ലാത്തത്, അത് എല്ലായിടത്തും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യാണ് ചില മൂല്യന്മാർ ചെയ്യാണ്. അതായത് അവർക്ക് ഇത് പുറത്തറിയണമെന്നും താല്പര്യമില്ല. കാരണം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്നം മുട്ടുന്നു, അല്ലെങ്കിൽ ഇത് ദർസിന്റെ സംഗതി വഷളാവുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ഇവര് പുറത്ത് അറിയാതിരിക്കാൻ നോക്കണ പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരെ കേസിൽ. അങ്ങനെയൊക്കെയാണ് ദർസ്ഥാനുഭവങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു വർഷം ഒരു 10,000 ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ദർസുകളിൽ ഉണ്ടാകുമ്പോ ശരിക്കും പറഞ്ഞ ഇസ്ലാമിന്റെ വിധി, ഈ മുദരിസ് ഇങ്ങനെ അവരുടെ സ്റ്റുഡൻസിനെ ഉപദ്രവിക്കുന്നു, ഇസ്ലാമിന്റെ വിധി എന്താണ് ഇതിന് ശരിക്കും? കാരണം ഇത്രയും മതം പറയുന്ന ആൾക്കാർക്ക് അവര് ഇത് ഏതെങ്കിലും രീതിയിൽ റാഷണലൈസ് ചെയ്യാറില്ല, ഞങ്ങൾ ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി ഇസ്ലാമിന്റെ ഏതെങ്കിലും വിധി അവർ യൂസ് ചെയ്യാറുണ്ടോ, ഏതെങ്കിലും ഹദീസോ അങ്ങനെ എന്തെങ്കിലും? ശരിക്ക് ഇത് ഹറാമാണ്, എന്ന് വെച്ചാൽ നിഷിദ്ധമാണ് സംഭവം. പക്ഷേ ഒരിക്കൽ എന്റെ കൂടെ തന്നെ പഠിച്ച വേറൊരാളോട് അതേപോലെ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുത്തനോട് ഞാൻ ചോദിച്ചു, ഇത് പച്ച ഹറാമല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അവൻ എന്നോട് പറഞ്ഞ മറുപടി. അപ്പൊ ആ രീതിയിൽ ചിലപ്പോ അവര് യൂസ് ചെയ്യുന്നുണ്ടാവും. അവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അത് അങ്ങനെയല്ല, അത് ഉപഭോഗം ചെയ്താലേ കുഴപ്പമുള്ളൂ, ഞങ്ങൾ തുടയിലാണല്ലോ ചെയ്യുന്നത്, അതായത് തയ്യിങ്ങാണ് ചെയ്യുന്നത്, തയ്യിങ്ങാവുമ്പോ അത് കറാഹത്തെ വരുള്ളൂ, അത് ഹറാമില്ല. പക്ഷെ ആ സമയത്ത് ഏത് കിതാബാണെന്ന് ചോദിക്കാനുള്ള ബോധമൊന്നും എനിക്ക് ഉണ്ടായില്ല. ഓനോട് ഏതോ ഉസ്താദല്ല, ഞാൻ അറിയുന്ന ഒരു ഉസ്താദിന്റെ പേര് അവൻ പറഞ്ഞേ. അവൻ പറഞ്ഞിട്ട് ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മൂപ്പരെ നിഷേധിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ഈ കുട്ടി ഈ ഉസ്താദിന്റെ പേരും പറഞ്ഞിട്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. എന്നോട് പറഞ്ഞ് മൂപ്പരത് കറാത്താണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കണം ഇത് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സുന്നത്ത് നോമ്പ് എടുത്താലും അത് പടച്ചവനോട് പുറത്തു വരുമല്ലോ. അങ്ങനെയുള്ള സംഭവം ഉണ്ടോ? അതായത് ഒരു തൗബ ചെയ്താലേ അള്ള പുറത്തുതരുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പഠിക്കുന്ന ഹദീസുകളും പ്രോത്സാഹനമാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതേപോലെ മറ്റേ 10 കിതാബൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ 40 ഹദീസിലാണോ
മുരിക്കാത്തുൽ കുലൂബിലാണെന്ന് അറിയില്ല. ഫത്തിതാബില് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എന്താ മഹിശറിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കനം തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ കടന്നു വരികയും നഖത്തിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ ചീള് ആ ഒരു ത്രാസിലേക്ക് വെക്കുകയും അതോടുകൂടി നന്മയുടെ ഭാഗം കനം തൂങ്ങുകയും അത് കാരണം ഇയാൾ സ്വർഗത്തിൽ പോകാൻ കാരണമാവുക ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ എന്താണ് ഈ വന്ന ആളാരാണ്? അത് മുഹമ്മദ് നബിയാണ്. ഈ വെച്ച ഈ നഖത്തിന്റെ വലിപ്പമുള്ള ചെറിയ കഷ്ണം എന്താണ്? ആ കഷ്ണം മറ്റേ ഇതാണ് എന്ത്? ഷഹാദത്താണ്. എന്ന് വെച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ആ ചെറിയ ഒരു കഷ്ണം. അപ്പൊ ഈ ഒരു വിശ്വാസത്തിന്റെ കനം കൊണ്ട് തന്നെ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളൊരു ധ്വനി ഉള്ള ഒരുപാട് ഹദീസുകൾ ഇവരെ മുമ്പിൽ പറയുമ്പോ അതൊക്കെ വൻപാപം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുമ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ശിർക്ക് ഒഴികെ ബാക്കിയല്ല. അതായത് വൻപാപമായിട്ട് ഏറ്റവും വലിയ വൻപാപമായിട്ട് പറയുന്നത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതല്ലാത്തതൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉസ്താദുമാരെ ട്രോളുമ്പോഴും ഇതുപോലെ ദർസിലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോഴൊക്കെ കാരണം ഇപ്പൊ എല്ലാ പിള്ളേരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫോൺസ് ഒന്നും അലൗഡ് അല്ലാന്നുണ്ടെങ്കിലും അവർക്ക് അറിയാലോ ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടോ? ഈ ദർസിലുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുറവുള്ളതായിട്ട് റേഷൻ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കുറെ ആൾക്കാർക്ക് ഉള്ളില് പേടി തട്ടുന്നുണ്ട്, ഏതെങ്കിലും കാലത്ത് റിവീൽ ചെയ്യപ്പെടാം, എക്സ്പോസ് ചെയ്യപ്പെടാം എന്നുള്ള പേടി കൊണ്ട് കുറെ ആൾക്കാര് പിന്നോക്കം പോണവരുണ്ട്. അതായത് അപ്പൊ പിന്നെ എന്താ, ഞങ്ങൾക്ക് വികാരം വരും, അപ്പോ ഞങ്ങൾ ഇത് ചെയ്തു പോകും എന്നുള്ള സാധനമൊന്നുമില്ല. കാരണം ചെയ്തു പോയി കഴിഞ്ഞാൽ പണിപ്പാളും എന്നറിയണോണ്ട് അത് ചെയ്യാൻ ആളുകൾ ഇപ്പോ ഉണ്ട്. അത് ആ രീതിയിൽ ആളുകളുടെ എണ്ണം കൂടി വരുന്നത്, അങ്ങനെ മാറി മാറി വരുന്നു. അല്ലെങ്കിൽ ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരാണ് കൂടി വരുന്നത്. അതൊരു സോ ഇപ്പൊ ഇനി ഇതുപോലെ ഇപ്പൊ റഷാന്റെ ഉള്ളിൽ ഇതുപോലെ ഡൗട്ട് ഉണ്ടാവുമ്പോ ഇനി ഇതുപോലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, ഇസ്ലാം ശരിയാണോ ഇല്ല എന്നുള്ള ചെറിയ എന്തെങ്കിലും ഡൗട്ട് ഉള്ളിൽ ഉള്ള ആൾക്കാരോട് റഷാൻ എന്താ പറയാനുള്ളത്? അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ശരിയാണോ അല്ലേ എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഖുർആന്റെ പരിഭാഷത്ത് വായിക്കാൻ. ഫസ്റ്റത്തെ കാര്യം ഖുർആന്റെ പരിഭാഷത്ത് വായിക്കും. പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുക. മുഹമ്മദ് നബിന്റെ ചരിത്രം, അതായത് നൂറുൽ യഖീൻ പോലത്തെ കിതാബ്, അതായത് അതിന്റെ മലയാള പരിഭാഷ നൂറുൽ യഖീൻ. പിന്നെ അതേപോലെ മറ്റേ ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ്, അങ്ങനെ മുഹമ്മദ് നബിന്റെ ജീവചരിത്രം വായിക്കുക സമയം. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോ തന്നെ ഏകദേശം ഒരു തീരുമാനമാവും. അതായത് ഇത് ഡിവൈൻ ആണോ അല്ലെങ്കിൽ മാനുഷികമാണോ എന്നൊക്കെയുള്ള സാധനം. അപ്പൊ പിന്നെ ആകെ മുന്നിൽ നിൽക്കുന്ന സംഗതി എന്ന് പറഞ്ഞാല് മറ്റേ ഈ ആയത്തൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞത്, അതായത് അവര് ഖുർആനെ കുറിച്ച് നിൽക്കുന്നില്ലേ, അത് ഖുർആനെങ്ങാനും അള്ളാഹുൽ നിന്നുള്ളതല്ലായിരുന്നെങ്കിൽ അതിലൊരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. പക്ഷെ ഈ പറയുന്ന ആയത്തുകൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങൾ കാണും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ന്യായീകരണങ്ങൾ നിരത്തി നിർത്തിയാണ്ട് വൈരുദ്ധ്യങ്ങളെല്ലാം തെളിയിക്കുക. പക്ഷെ അതേസമയം അത്രത്തോളം കടുകട്ടി ആക്കേണ്ടതുണ്ടോ ഒരു ദൈവം മാർഗദർശനമായി മനുഷ്യരിലേക്ക് അയച്ച ഗ്രന്ഥം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ എന്തായി, അവിടെ അതിന്റെ ആ ഒരു സംഭവം നമുക്ക് സംശയാസ്പദമായിട്ട് അവിടെ കിടക്കും. ആ ഒരു പോയിന്റ്, ആ ഒരു കനൽ അവിടെ കിടക്കും. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു വേറെ വെല്ലുവിളിയാണ്, നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ട് ഇവർ തളരുന്ന സമയത്ത് പിന്നെ അടുത്ത വെല്ലുവിളിയാണ് ഖുർആന് തുല്യമായ ഒരു വേറെ ഖുർആനോ അല്ലെങ്കിൽ തുല്യമായ രീതിയിൽ ഒരു 3 ആയത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം വരും. പിന്നെ പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരു വസ്തുവിനും തുല്യമായി മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയില്ല, ഒരു കൃതിക്കും തുല്യമായി മറ്റൊരു കൃതി കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുകയാണ് ഖുർആന് തുല്യമായി മറ്റൊരു കൃതി കൊണ്ടുവരാൻ പറയുന്നത്. പിന്നെ അതല്ല, ഞാൻ പറയുന്ന പൊട്ടത്തരാണെങ്കിൽ ഈ പൊട്ടത്തരാണെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഫേമസ് ക്ലാസിക്കുകളായ പുസ്തകങ്ങൾ എന്നിട്ട് ആ പുസ്തകങ്ങൾ എടുത്തിട്ട് ഈ വെല്ലുവിളിനെ കുറിച്ച് കുറച്ചധികം എനിക്ക് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ പറഞ്ഞത് പൊട്ടത്തരാണെന്ന് അഭിപ്രായമുള്ളവർ ചെയ്യേണ്ട കാര്യം, ഈ പറയുന്ന ഖുർആൻ അല്ല, ഈ ലോകത്തിന്റെ ഫേമസ് ആയ ക്ലാസിക്കുകൾ എടുക്കുക. ആ ക്ലാസിക് നോവലിന് തുല്യമായ വേറൊരു ക്ലാസിക്കുകൾ, അത് ഏത് ലാംഗ്വേജിലാണോ വന്നിട്ടുള്ളത് അതിന്റെ ഒറിജിൻ ലാംഗ്വേജിൽ മറ്റൊരു ബുക്കുകൾ കൊണ്ടുവരിക. എന്നിട്ട് ഈ ലോകത്തെ ഏറ്റവും ഇപ്പൊ നിലവിലുള്ള ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മുസ്ലിങ്ങൾ പറ്റൂല, മുസ്ലിങ്ങളോ മുസ്ലിം പക്ഷം പറയുന്നവരോ അങ്ങനത്തെ ഒന്നും പറ്റില്ല, ആ കൂട്ടത്തിൽ പെടാത്ത നല്ല ഭാഷാ നിപുണരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. എന്നിട്ട് ആ നിപുണരായിട്ടുള്ള ആൾക്കാർ, അല്ല നിങ്ങൾ കൊണ്ടുവരണ്ട, നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നാൽ നമ്മൾ നിപുണരായ ആൾക്കാരെ കൊണ്ടുവരും.
എന്നിട്ട് ഇത് വെച്ചിട്ട് തുല്യമാണോ എന്ന് നോക്കും. അതായത് നിങ്ങൾ കൊണ്ടുവന്ന ആ ക്ലാസിക് പുസ്തകത്തിനോട് തുല്യമാക്കി നിങ്ങൾ കൊണ്ടുവന്ന ബുക്കും ഈ ക്ലാസിക് പുസ്തകവും തുല്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ തുല്യമായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമുള്ളൂ ഈ പറയുന്ന വെല്ലുവിളിക്ക് റെലവൻസ് ഉണ്ട്. എന്ന് വെച്ചാല് ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ പുസ്തകങ്ങൾക്കും തുല്യമായിട്ട് ഒരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമെന്നും എന്നാൽ ഖുർആന് തുല്യമായിട്ട് അങ്ങനെ കൊണ്ടുവരാന് കഴിയൂല എന്നും അപ്പോഴേ അവിടെ തെളിയും. അപ്പോ 1 മിനിറ്റ്, ഒരു കണ്ടിന്യൂറ്റി പോയി. ഓക്കെ. അപ്പൊ മാത്രമേ ഉള്ളൂ ഈ സംഗതി, ഈ പറയുന്ന വെല്ലുവിളി റെലവെന്റ് ആണെന്നുള്ളത് തെളിയിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സംഭവം, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറയാണ് ക്ലാസിക്കുകൾക്ക് തുല്യമായിട്ട് ഏതെങ്കിലും ക്ലാസിക്കിനെ നിങ്ങൾ പ്രിഫർ ചെയ്തിട്ട് അതിന് തുല്യമായ ഒരു സംഗതി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊണ്ടുവരും ജഡ്ജിനെ എന്ന് നമ്മൾ കൊണ്ടുവരും. അതേപോലെ ഇപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കൃതി ആണ് എന്ന് നിങ്ങൾ പറയുന്ന സാധനം, ആ സാധനത്തിന് ഒരു വെല്ലുവിളിയായിട്ട് ഒരു ഗ്രന്ഥം വേറൊരാൾ കൊണ്ടുവരികയാണെന്ന് തന്നെ എടുക്കട്ടെ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ആരാണ് ജഡ്ജ് ആവുക എന്നുള്ളൊരു ചോദ്യം അതേപോലെ തന്നെ അവിടെ പ്രശ്നം. എന്ന് വെച്ചാല് ഒരിക്കലും മുസ്ലിങ്ങളെ അവിടെ ജഡ്ജാക്കാൻ പറ്റൂല. കാരണം അവർ അള്ളാന്റെ ആൾക്കാരാണ്. പിന്നെ അള്ളാഹ്ക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം അള്ളയും അവിടെ ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ അവിടെ ഉള്ളത് ആരാണ്? പിന്നെ ഈ മറ്റു ഓപ്പോസിറ്റുള്ള ആൾക്കാർ. അപ്പൊ അതല്ലാതെ ഇവിടെ ജഡ്ജായിട്ട് ആരെ നിർത്തും എന്നുള്ളൊരു പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വെല്ലുവിളി പ്രകാരം എന്തിലാണ് തുല്യത, ഏത് കാര്യത്തില് തുല്യത വേണമെന്നാണ് ഇവർ പറയണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചു. ഒരു 10 പണ്ഡിതന്മാരെ നിങ്ങളുടെ 10 അഭിപ്രായം. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വെല്ലുവിളിന്റെ ഒക്കെ പ്രസക്തി? ഇതൊക്കെ ഖുർആന്റെ അസ്തിത്വത്തിനെ സ്ഥാപിച്ചെടുക്കാൻ വന്ന ഒരു വെല്ലുവിളി, ഒരു ചലഞ്ച് ഒക്കെ ആണെങ്കിൽ, പ്രസ്താവനയൊക്കെ ആണെങ്കിൽ അതിന്റെ കാര്യത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു ഏകോപനം വേണ്ടി, ഒരു ഐക്യകണ്ഠമായ അഭിപ്രായം ഉണ്ട്. അതുപോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോ വായിക്കുക എന്നുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണല്ലോ നിങ്ങളെ ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിൽ ആദ്യം വന്ന ആയതല്ലേ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് അതാണ്, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. എന്താ വായിക്കേണ്ടത്? ഖുർആന്റെ പരിഭാഷ, ഇസ്ലാമിന്റെ ചരിത്രം, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ചരിത്രം പ്രത്യേകിച്ച് തന്നെ എടുത്ത് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഈ പറയുന്ന കാര്യത്തിൽ. പിന്നെ നിങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, വിമർശകരുടെ സംസാരവും അതിനുള്ള മറ്റുള്ളവരുടെ മറുപടിയൊക്കെ നിർത്തി കേട്ടു. എന്നിട്ട് വിമർശകർ ഉന്നയിച്ച പോയിന്റുകളിൽ എത്ര എണ്ണത്തിന് ഈ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ മറുപടി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഈ മറുപടികൾ തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സംശയത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഖുറാനില് വേറൊരു കിടലിനായിട്ടുണ്ടല്ലോ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് അല്ലെ? അപ്പൊ ഒന്ന് പോയി അങ്ങോട്ട് ചിന്തിക്കാം. അതെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോഴത്തെ പോയിന്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ വന്നാൽ മറക്കരുത്. ഇപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പലയിടത്തും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാരോട് ചർച്ച ചെയ്യുന്ന സമയത്ത് പക്ഷെ ഞങ്ങൾ പറയുന്ന പോലെ ചിന്തിക്കണം എന്നാ പറഞ്ഞത്. എങ്ങനെയൊക്കെ ചിന്തിച്ചില്ല, നമ്മൾ പറയുന്ന പോലെ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ മതക്കാർക്കും പറയാം. അതായത് ഞങ്ങളെ മതം നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങളെ മതമാണ് അൾട്ടിമേറ്റ് സത്യം. ബുദ്ധന്മാർക്ക് പറയാ, ജൂതന്മാർക്ക് പറയാ, ക്രിസ്ത്യാനികൾക്ക് പറയാ, ഹിന്ദുക്കൾക്ക് പറയാ, ഷിൻഡോകൾക്ക് പറയാ, സ്വരാഷ്ട്ര മതക്കാർക്ക് പറയാ. എന്നിട്ട് എന്താ ഒരു പറയാണെന്ത്, നിങ്ങൾക്കത് മനസ്സിലാകാത്തത് ഞങ്ങൾ പറയുന്ന പോലെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ വേദം സത്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ ഇതേ രീതിയിലാണ് ഇസ്ലാമും ഖുർആനൊക്കെ മുന്നോട്ട് വെക്കുന്ന പല ആർഗ്യുമെന്റ്സും. ഈ സാധനത്തിനെ മറ്റു മതങ്ങളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്നതോട് കൂടിയിട്ട് ഈ സാധനത്തിന്റെ ആ പ്രസക്തി അങ്ങോട്ടില്ല. ഓക്കെ. സോ അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുമ്പോ വയലിൽ കഴിഞ്ഞിട്ട് ഉസ്താദ് ഒരു പ്രാർത്ഥന ചൊല്ലില്ലേ, ആ പ്രാർത്ഥന ഉസ്താദ് ചൊല്ലിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഉസ്താദ് ചൊല്ലിക്കോളൂ, ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാം. അല്ല, ഇതിനാകെ ഒരൊറ്റ വരിയിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെ മറ്റേ വലിയ സാധനം ഇല്ലേ, അത് ചൊല്ലിക്കോളൂ. ഒരു ഓർമ്മയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഒരു രസത്തിന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل وسلم على رسولك سيدنا محمد وعلى اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم اجعلنا واصبرنا واهدنا للصالح الاعمال والخيرات انه لا يهدي للصالحها ولا يشرك سيئها ولا انت مولانا بوي ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا ربنا تقبل منا انك انت السميع العليم علينا انك. ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര ആത്മാർത്ഥമായി പറയുന്ന സാധനങ്ങളാണ്. അതൊക്കെ യജാതി ആത്മാർത്ഥ എന്നറിയാം, ചില്ലറ ആത്മാർത്ഥമൊന്നുമില്ല.
ഏതായാലും ഉസ്താദ് ഈ ആയത്ത് ഈ പ്രാർത്ഥന പറഞ്ഞപ്പോ ഉസ്താദിന്റെ തൊണ്ട ഇടറിയില്ല. തൊണ്ട ഇടറിയിട്ട് കരച്ചിലൊക്കെ വരണം. എന്നിട്ട് മൈക്കിലെ എക്കോ വരണം. അപ്പഴേ സംഭാവന ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പളെ സംഭാവനകൾ കൂമ്പാരാകുള്ളൂ അല്ലെ. അതെ. സംഭാവനകൾ ഗംഭീരമാകണം എങ്കില് നമ്മള് കരയണം എന്നാണ്. പക്ഷേ എന്താ പറയാ, അപ്പൊ കരച്ചിലൊന്നും വരില്ല, അപ്പൊ ചിരിയെ വരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു കിടപ്പുകൾ. ഓക്കെ. സോ താങ്ക് യു ഉസ്താദെ, എക്സ് ഉസ്താദെ. ഈ ചാനലിൽ വന്നിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോ ഉസ്താദിനെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വ്യഞ്ചരിപ്പിക്കണം എന്നുണ്ടായിരുന്നു, സലാത്തൊക്കെ ചൊല്ലിട്ട്. അതെന്തായാലും നടന്നില്ല. പക്ഷെ ഇന്ന് ഇപ്പൊ നടന്നു. ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലിച്ചു. ഇനി ഈ ചാനലിൽ വെച്ചിട്ട് കയറ്റായിരിക്കും ഉസ്താദ് എന്തായാലും വന്ന് പ്രാർത്ഥിച്ചിരിക്കും. അതെ അപ്പൊ അതെ നന്ദിയുണ്ട്. അതെ. സോ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. സോ താങ്ക് യു സോ മച്ച് റാഷ. പിന്നെ എപ്പോഴെങ്കിലും കാണാം.